സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. അഊദു ബില്ലാഹി അസ്സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിസ് സാഅത്തി അയ്യാന മുർസാഹാ فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل اللهم اجعل القرآن ضياء لصدورنا وشفاء لأمراضنا وجلاء وبهاء لأحزاننا يا رب العالمين. وقال نبينا وسيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم إذا مات الإنسان قامت قيامته شفيعنا رسول الله وخالق الصلحاء نلت الصلاح بهم فإنهم في وجوه الأرض أقمار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا أمة سيدنا وحبيبنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും അഭ്യന്തരായ യോഗത്തിന്റെ അധ്യക്ഷൻ, കൂടാതെ ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, സദസ്സിൽ സമ്മേളിച്ചിട്ടുള്ള ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങളെ, മുതഅല്ലിമുകളെ, പ്രായം ചെന്ന കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ പരിശുദ്ധ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഒരുങ്ങിയ എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ വോളണ്ടിയേഴ്സായും അല്ലാതെയും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന യുവ സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര ശ്രോതാക്കൾ, ഇസ്ലാമേതര വിശ്വാസി സമൂഹത്തോട് ആദ്യമായി പരിശുദ്ധ ദീനിന്റെ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ കൂടലും പിരിയലും അവന്റെ റിളയിലായി, പൊരുത്തത്തിലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളായി നിലകൊള്ളുവാൻ, സമയം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സ്വർഗം കണ്ടുമിരിക്കുവാനും പടച്ച റബ്ബ് നമുക്ക് കൈയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും അസുഖങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതകരമാവണ്ണം നമ്മുടെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന ഈ നാടിന്റെ ഐശ്വര്യമായി അല്ലാഹു നമുക്ക് വരദാനമായി നൽകിയ മഹാനായ മർഹൂം അലിയുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് പടച്ച റബ്ബ് നന്നാക്കി തീർക്കുമാറാകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാഇന്റെ കൂട്ടത്തിൽ കേരളത്തിലെ ദീനി പ്രബോധന മണ്ഡലങ്ങളിൽ തന്റെ ആത്മീയമായ തേജസ് കൊണ്ട് പ്രോജ്വലിച്ചു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു. ഇന്ന് ആ മഹാനുഭാവന്റെ പേരിൽ നമ്മൾ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കിൽ ഇതിൽ അർപ്പിതമായ വിഷയം
ലോകാവസാനത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള ഒരന്വേഷണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ച അന്നു തന്നെ കലിമത്ത് തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം തന്നെ 2 കലിമത്തുകളാണ്. ഷഹാദത്താനി എന്ന് നമ്മൾ പറയാം, ഒരു ഷഹാദത്ത് അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലോകത്തിന്റെ തുടക്കമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലോകത്തിന്റെ അവസാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലിമത്ത് തൗഹീദിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡയറക്റ്റ് നമ്മൾ നേരിട്ട് എഴുതി നോക്കിയാൽ അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അതിനെ പിരിച്ചെയ്തു ലാം അലിഫ് പിന്നെ ലാം പിന്നെ അലിഫ് ലാം ഹാ ആ രീതിയിൽ പിരിച്ചെഴുതിയാൽ 12 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 ആണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയും 12 തന്നെ. 12 പ്ലസ് 12 24 ആണ്. ഒരു ദിവസത്തിന്റെ മണിക്കൂറിന്റെ എണ്ണം 24 ആണ്. 24 മണിക്കൂറിലും അല്ലാഹുവിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കപ്പെടേണ്ട ആളുകളാണ് ഈ ലോകത്തുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികൾ. അൽ ഖൽഖു ഇയാലുല്ലാഹ്, എല്ലാവരും അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, പ്രപഞ്ചമാശകലം ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം റബ്ബിന്റെ കുടുംബ ബന്ധുക്കളാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര മഹത്വം, അതിലാണ് എല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ബന്ധിതമാണ് ഈ ലോകം മുഴുവനും. ഇതിന്റെ ചലനങ്ങളാവട്ടെ, സൂര്യന്റെ കറക്കമാവട്ടെ, ചന്ദ്രന്റെ കറക്കമാവട്ടെ, ഭൂമിയുടെ സഞ്ചാരമാകട്ടെ, പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ നീക്കുപോക്കുകളാവട്ടെ, ഇലക്ട്രിക്കൽ മോഡലിലൂടെയുള്ള ദീർഘവൃത്താകൃതിയിലുള്ള പ്രപഞ്ചത്തിന്റെ വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൗരയൂഥത്തിന്റെ മണ്ഡലങ്ങളാകട്ടെ, എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ ചിലപ്പോ പണ്ടൊക്കെ മൗലൂദുൽ റാത്തീബിലൊക്കെ പങ്കെടുക്കുമ്പോ അവിടെ ചില ഏതെങ്കിലും തരീഖത്തിന്റെ മശായിഖന്മാർ നേരിട്ട് നൽകിയിട്ടുള്ള ഇജാസത്ത് ഉണ്ടാകും. തദടിസ്ഥാനത്തിൽ ചില അദ്കാറുകൾ അവിടെ ചൊല്ലപ്പെടാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഹാ ഹൂ ഹി അല്ലാഹ്. ബഹുമാനപ്പെട്ട അലി ഗൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിൽ വെച്ചാണ് നമ്മുടെ സംസാരം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹാ ഹൂ ഹി അല്ലാഹ്. ഈ ലോകം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അധിഷ്ഠിതമാണെന്ന പറഞ്ഞതിന്റെ താല്പര്യം. ഇതിങ്ങനെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാടില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ സമാരംഭത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. നമ്മളെല്ലാവരെയും ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്. അലസ്തു ബിറബ്ബിക്കും, അല്ലാഹുവിനോട് പറഞ്ഞ മറുപടി ഖാലൂ ബലാ, അല്ലാഹ് നീയല്ലാതെ വേറെ ആരാണ് രക്ഷിതാവ് തമ്പുരാനെ. അതുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ, ഈ ലോകത്തിന്റെ തുടക്കമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രപഞ്ചം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ തുടക്കം അങ്ങനെയാണ്. നമ്മുടെ വിഷയം ഒടുക്കമാണ്. ഇനി പ്രപഞ്ചത്തിന്റെ അവസാനമോ? ഹബീബായ നബി തങ്ങളുടെ ഹദീസിലേക്ക് നമുക്ക് വരാം. ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹു എന്ന് പറയപ്പെടാൻ സാധ്യമാകാത്ത വിധം ലോകം നശിക്കുന്ന ഒരു കാലം വരും. അത് യഥാർത്ഥത്തിൽ ഇന്നു തന്നെ
അള്ളാഹു എന്ന് ഉച്ചരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡയറക്റ്റ് ഉച്ചരിക്കലാവാം. അതല്ല, നമസ്കാരത്തിൽ മുഴുവനും അല്ലാഹു അക്ബറാണ്. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു അക്ബർ എന്ന വചനം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്നത് നമസ്കാരത്തിലാണ്. അതില്ലാതെ വരുന്ന കാലഘട്ടം അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. ഖാല റസൂലുള്ളാഹി ലാ തഖൂമു الساعة حتى لا يقال في الأرض الله അള്ളാഹു എന്ന് ഉച്ചരിക്കപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം വന്നാൽ ഇനി എന്തിനാണ് ഈ പ്രപഞ്ചം ബിഗ് ബാങ്ങിലൂടെ തുടങ്ങി സിംഗുലാരിറ്റിയിൽ നിന്ന് അവസാനിക്കും എന്ന് പറയുന്ന പ്രതിഭാസം അല്ലാഹു തആല ഇവിടെ കൊണ്ടുവരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആയത്തിലേക്ക് കടന്നു വരാം. ഹദീസിലൂടെ നമുക്ക് കടന്നു പോകാം ഇൻഷാ അല്ലാഹ്. ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ വചനങ്ങൾ നമുക്ക് അയവിറക്കാം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നാസിയാത്ത് സൂറത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗം അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവസാന ഖുർആനിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളെല്ലാം ഖിയാമത്ത് നാളാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ അമ്മ യതസാഅലൂൻ. അല്ലേ, എന്തിനെ കുറിച്ചാണ് അവരുടെ സംസാരം? അവരെന്തിനെ കുറിച്ചാണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് സമാഉൻ ഷഖ്ഖത്, ആകാശം പിളരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. കോളിസ് ഇവിടെ വഴി തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്. KL10 X199 199 KL10 X199 എന്ന കോളിസ് വണ്ടി വഴി തടസ്സം സൃഷ്ടിക്കുന്നു മൈതാനത്തിൽ. അത് എടുത്തു മാറ്റാൻ വേണ്ടി സംഘാടകർ ആവശ്യപ്പെടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ് ഈ ലോകത്തിന്റെ അവസാനം ഇൻഷാ അല്ലാഹ്. അതെങ്ങനെയാ സംഭവിക്കുക? ശാസ്ത്രലോകം മുഴുവനും അത് പറഞ്ഞതാണ്. എല്ലാവരും പറയുന്നു ഈ ലോകത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ഒരു ഒടുക്കമുണ്ട്. യാതൊരു സംശയവും അതിന് വേണ്ട. പക്ഷെ പിന്നെ ഇവിടെയാണ് പ്രശ്നം. ഡൂംസ്ഡേ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എന്ന് അതിന് അവർ വിളിക്കുന്നുണ്ടോ? ഇല്ല. പേര് വേറെ എന്തേയാവാം. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്ന് പറയുന്നു, അത് ഉറപ്പാണ്. അതെങ്ങനെയുമാവാം. വൈറ്റ് ഡോം, സൂര്യൻ വെള്ളക്കുളനായി മാറും എന്ന് പറയുന്നു. ഒരു ആസ്റ്റീരിയോയിഡ് അഥവാ പുറത്തു നിന്നുള്ള ക്ഷുദ്രഗ്രഹം അത് വന്നുകൊണ്ട് ഭൂമി ഇടിക്കലാവാം. മേബി, അറിയില്ല. അത് എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. അങ്ങനെയും നാശം വരാം. ഈ ലോകത്തിന്റെ അന്ത്യം എങ്ങനെയുമാവാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആലോചിച്ചു നോക്കാം അതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها يسألونك عن الساعة أيان مرساها فيما أنت من ذكراها നിങ്ങളോട് അവർ ചോദിക്കും അനിസ്സാഅതി, ആ അന്ത്യനാളിനെ കുറിച്ച്. അയ്യാന മുർസാഹ, അതെന്ന് സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച്. ഖിയാമത്ത് നാൾ എന്നുണ്ടാകും? ഖിയാമത്ത് നാൾ എന്നാ സംഭവിക്കുക? ആളുകൾ വന്ന് നിങ്ങളോട് ചോദിക്കും നബിയേ, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ. ആ ഡേറ്റ് പറഞ്ഞു കൊടുക്കാൻ അങ്ങ് ആരാണ് നബിയെ? അങ്ങേ അത് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളല്ലല്ലോ. ഡേറ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആളല്ല നിങ്ങൾ. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിന് അർത്ഥം വെക്കാറ്. പക്ഷേ അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട ആരിഫായ അല്ലാഹുവിന്റെ വലിയിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ് നമ്മുടെ സംസാരം. വലിയ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ചിലപ്പോൾ തിരിയൂല, അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. ഭയങ്കര കോയപ്പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ വലിയ ആരിഫാണ്, മരിച്ചുപോയി വഫാത്തായി പോയി. അള്ളാഹു അവരുടെ കൂടെ നമുക്ക് സ്വർഗം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോയപ്പാപ്പ വലിയനോട് ഒരു വലിയ മുതലാളി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കോയപ്പാപ്പ തങ്ങളെ നമുക്ക് അടുത്ത കൊല്ലത്തെ ഹജ്ജിന് പോവില്ലേ? ഈ വരുന്ന ഹജ്ജിന് പോവുകയല്ലേ? പാപ്പ തങ്ങൾ പാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഹജ്ജിനോ? അല്ല, നിങ്ങളൊന്നും അറിയണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കൊല്ലത്തെ ഹജ്ജിന് ഞാനില്ല. അതെന്താ കാരണം? ആ സന്ദർഭത്തിൽ പാപ്പ തങ്ങളുടെ മറുപടി നോക്കണം. എനിക്ക് മണ്ടാനാവില്ല. വേങ്ങരയിലാണ്, മലപ്പുറം ഭാഷ പച്ചയായി പറയാം. ബഹുമാനപ്പെട്ടവർ, എനിക്ക് മണ്ടാനാവില്ല.
എനിക്ക് മണ്ടാനാവില്ല. സുബ്ഹാനല്ലാഹ്, ചോദിച്ചാക്കൊന്നും മനസ്സിലായില്ല എന്തായി പറഞ്ഞു, മണ്ടാനാവില്ല. വയപ്പാപ്പ തങ്ങൾ പറഞ്ഞതിന്റെ മറുപടി ആ പ്രാവശ്യത്തെ ഹജ്ജ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ടിവിയിലൂടെ ടെലിവിഷനിലൂടെ വാർത്ത കാണുന്നത് മിനായിലെ ടെന്റിന് തീപിടിക്കുന്നു. മിനയിലെ ടെന്റിന് തീപിടിച്ചുകൊണ്ട് കണ്ടമാനം ഇന്തോനേഷ്യക്കാർ അവിടെ മൃതിയടയുന്ന രംഗം ഒരുപാട് ആളുകൾ ഓടി ഒളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ അല്ലാഹുവിന്റെ വലി ആ ഹജ്ജ് നടക്കുന്നതിന്റെ മാസങ്ങൾ മുമ്പാണ് ഹജ്ജിന് വേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനില്ല മണ്ടാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞത് വേഗിൽ വരാനിരിക്കുന്ന തീപ്പൊള്ളൽ അല്ലെങ്കിൽ ആ തീബാധ, അഗ്നിബാധ അതിനെ മുൻകൂട്ടി കാണാൻ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ കണ്ണുകൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ കണ്ണ് നമ്മൾ കാണുന്ന കാഴ്ചയല്ല, ഒറിജിനൽ വിഷൻ അല്ല, അവർക്ക് ഇന്നർ വിഷൻ, ആന്തരികമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് ഡയറക്റ്റ് അർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ആരിഫായ വലിയായ ഒരു വലിയ മഹാന്റെ അടുക്കൽ നിന്ന് കിട്ടിയ അർത്ഥമാണ് ഞാൻ ഇവിടെ പറയുന്നത്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ. നബിയെ, നിങ്ങളോട് അവർ ചോദിക്കും ഖിയാമത്തിനാളിനെ സംബന്ധിച്ച്, അയ്യാന മുർസാഹ, അതെപ്പോഴാണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച്. ആ സന്ദർഭത്തിൽ ഫീമ അൻത മിൻ ദിക്റാഹാ, അല്ലാഹുവിന്റെ മറുപടി നോക്കണം. ഇവരെന്തിലാണ് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരുടെ സംസാരം എന്ത് വിഷയത്തിലാണ്? ഇവരെന്ത് വർത്താനം, എന്തിലാണ് ഇവർ വർത്താനം പറയുന്നത്? നബിയെ, അൻത നിങ്ങൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ? അങ്ങ് തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അടയാളമല്ലേ? അങ്ങയുടെ വരവ് തന്നെ ഖിയാമത്തിനാളിനെയല്ലയോ സൂചിപ്പിക്കുന്നത്? എന്നിട്ട് എന്ത് വർത്തമാനമാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വ്യാഖ്യാനം വെച്ചിട്ടാണ് ഇന്നത്തെ എന്റെ സംസാരം. ഇൻഷാ അല്ലാഹ് ഹബീബ് വന്നത് തന്നെ ഖിയാമത്തിന്റെ ലക്ഷണമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അൻതല്ലദീ ലൗലാക മാ ഖുലിഖംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. പുണ്യനബിയെ, നിങ്ങളില്ലെങ്കിൽ ലോകമുണ്ടോ, ഈ പ്രപഞ്ചമുണ്ടോ, ഈ അണ്ടകടാഹങ്ങളുണ്ടോ? എല്ലാം അങ്ങേക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാണ്. അങ്ങ് വന്നു. എന്തിനാ ഒരു പന്തലുണ്ടാക്കുന്നത്? ഇവിടെ ഇപ്പൊ പന്തൽ കിട്ടിയത് എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഉറൂസ് മുബാറക്കിന്റെ സമാപനം നാളെ കഴിഞ്ഞാൽ അയക്കും. കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ ആളുകളൊക്കെ സമ്മതിക്കുന്ന അയച്ചിരിക്കും. ഒരു വലിയ കല്യാണ മണ്ഡപത്തിലേക്ക്, അല്ലെങ്കിൽ വരന്റെയും വധുവിന്റെയും വിവാഹ സദ്യാ ചടങ്ങിലേക്ക്. മഴയുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പന്തൽ കെട്ടും. പന്തൽ ആർക്ക് വേണ്ടിയാണ്? വധുവിനെയും വരനെയും സ്വീകരിക്കാനാണ്. കല്യാണം കഴിഞ്ഞാൽ വരനും വധുവും വന്നാൽ അവര് രണ്ടുപേരും വീട് കൂടാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ പന്തലിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെയാണ് ദുനിയാവ്. നബിയെ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വന്നു, നിങ്ങൾ പോയി, ഇനി ഈ ലോകത്തിന്റെ ആവശ്യമില്ല. ഈ ലോകത്തിന്റെ അന്ത്യമാണ് നിങ്ങളുടെ വരവും നിങ്ങളുടെ പോക്കും. ഈ ലോകത്തിന്റെ അന്ത്യത്തിന്റെ ലക്ഷണമാണ്. അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ. പുണ്യനബിയുടെ വരവ് തന്നെ. പുണ്യനബി വന്നു, പോയി, ഇനി ഇവിടെ കാത്തിരിക്കൂല. ഇനി അല്ലാഹു അധികം നാൾ ഇവിടെ കാത്തിരിക്കുകയില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ഒന്നുകൂടി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ, ഉറക്കെ പറഞ്ഞോളൂ, സയ്യിദുനാ ജിബ്രീൽ പുണ്യനബിയുടെ അടുത്ത സ്നേഹിതനാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഒരു ദിവസം ആ വരവിനെ കുറിച്ച് ബുഖാരിയിലെ ഹദീസുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യനബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ലാ യുറാ അലൈഹി അസറു സഫരി, യാത്രയുടെ അടയാളം അദ്ദേഹത്തിന്റെ, ഈ യാത്രയുടെ അടയാളമൊന്നും അദ്ദേഹത്തിലില്ല. ശദീദു ബയാലിത്തിയാബ്,
കസീറു സവാദി ഷഅർ, ഷഅർ വളരെ കറുത്തിട്ടാണ്, മുടി നല്ല കറുപ്പാണ്, ഡ്രസ്സ് നല്ല തൂവെള്ള പോലെ എന്തോ ഒരു ഭംഗിയുള്ള വെളുവെളുത്ത ഡ്രസ്സാണ്. ആ ആള് വന്നുകൊണ്ട് അസ്നദ റുക്ബത്തൈലാ റുക്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബിന്റെ മുട്ടോട് മുട്ട് ചേർത്തിരുന്നു. മഹാനായ സയ്യിദുനാ ജിബ്രീൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമു മൽ ഈമാൻ. പിന്നെ ചോദിച്ച ചോദ്യം എന്താണ്? മൽ ഇഹ്സാൻ. എന്താണ് നബി ഇഹ്സാൻ? നമ്മൾ പലരും ഈമാൻ എന്താ നമുക്കറിയാം, ഇസ്ലാം എന്താന്ന് അറിയാം, ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, അതൊക്കെ അറിയാം. പക്ഷെ ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ നമ്മുടെ ദീനിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഇസ്ലാം, ഒന്ന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ. ആ ഇഹ്സാൻ എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോൾ അവിടെ നിന്നുള്ള മറുപടി നോക്കണം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഭയങ്കരം ഒരു വ്യാഖ്യാനമാണ്, ഇഹ്സാനിന്റെ ഗംഭീരമായ വ്യാഖ്യാനം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുമ്പോൾ നിങ്ങൾ ആരാധിക്കലാണ്, അല്ലാഹുവിനെ കാണുമ്പോൾ ആരാധിക്കലാണ്. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടെ. അപ്പോഴാണ് ചോദ്യകർത്താവായ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരു കൺഫ്യൂഷൻ. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനെ കണ്ട ആളല്ലേ, അല്ലാഹുവിനെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടല്ലോ ഈ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെന്ന് കണ്ടു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. ഹബീബുമായി ഡയറക്റ്റ്, അല്ലാഹും ഹബീബും മെഹബൂബുമായി ഡയറക്റ്റ് കണ്ടുമുട്ടുകയാണ്. ഹബീബും മെഹബൂബും തമ്മിൽ ഡയറക്റ്റ് ഉള്ള ബന്ധമാണ്. ഹബീബും മെഹബൂബും ഡയറക്റ്റ് കണ്ടുമുട്ടുകയാണ്. ആ ഡയറക്റ്റ് കാണൽ അത് ഡയറക്റ്റ് തന്നെയാണ്. കാരണം ഈ പഹയൻ അബൂജാഹിലിനെ കുറിച്ച് പറയുന്ന രംഗല്ലേ പരിശുദ്ധ ഖുർആനിൽ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭം ശല്യം ചെയ്യാൻ വേണ്ടി വന്നു. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. ഒരു അബ്ദ് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ സോൾ ആൻഡ് ബോഡി, ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആണ്. സോൾ ആൻഡ് ബോഡി, ആത്മാവും ശരീരവും രണ്ടും കൂടി ഒരുമിച്ച് പണിയെടുക്കുന്ന ഏർപ്പാടിനാണ് നമസ്കാരം, അല്ലേ? അതുകൊണ്ട് അബ്ദ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ആത്മാവും ശരീരവും ഒരുമിച്ച് പണിയെടുക്കുമ്പോഴാണ് ഒരു അബ്ദിന്റെ നിസ്കാരം എന്ന് പറയാം. ആ തടയുന്ന ചങ്ങാതിയെ നിങ്ങൾ കണ്ടില്ലേ? അബുദൻ പുണ്യനബിയെ തടയുന്നു. ഇതാ സല്ല, പുണ്യനബി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അവൻ നബിതങ്ങൾ നിസ്കരിക്കുക എന്ന പദം അല്ലാഹു ഉപയോഗിച്ചപ്പോൾ അബ്ദു എന്നാ പറഞ്ഞു. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അബ്ദ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ട് അല്ലാഹനെ കണ്ടു എന്ന വാക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കുന്നത്. ഡയറക്റ്റ് കാഴ്ച കണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, എന്ത് രസമുള്ള വ്യാഖ്യാനമാണ്, എന്ത് രസമുള്ള വ്യാഖ്യാനമാണ്. കഴിഞ്ഞില്ല, ഇനി മറ്റൊരു വ്യാഖ്യാനം മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് നിങ്ങളെ പടച്ചോനെ കാണാൻ കഴിയും. കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14-ാം രാവിന്റെ അന്ന് ചന്ദ്രനെ നിങ്ങൾ കാണും പോലെ. അതിന്റെ ഒരു ഇന്നർ മീനിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ പറച്ചിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. ഈ സലാം പറച്ചിലിലൂടെ മുഅ്മിനിന് അല്ലാഹുവിനെ ഡയറക്റ്റ് കാഴ്ച കിട്ടുമെന്നാണ് സ്വർഗത്തിൽ വെച്ച്.
അതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് റബ്ബ് തആല സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞു. അതിനെ വ്യാഖ്യാനിച്ച ഹബീബായ നബി തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള വിഷയമല്ല, നിങ്ങൾ കാണും. സതറൂന, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. ഇവിടുന്നല്ല അവിടുന്ന്. അതിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഐ ഹാവ് ഓൾറെഡി സീൻ എന്ന അതിന്റെ ഇന്നർ മീനിങ് ഉണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പടച്ചോനെ, പക്ഷെ ഞാൻ എന്റെ പടച്ചോനെ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഇത് വലിയ അർത്ഥമാണ്, ഭയങ്കര അർത്ഥമാണ്. വിധങ്ങൾ വെറുതെ ഒന്നും പറയില്ലല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും അർത്ഥം വെക്കാണ്ട പറയില്ല. മാഷാ അല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ പടച്ചോനെ ഖിയാമത്ത് നാളിൽ കാണും, പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ട് എന്നാണ് അത്ര ഇതിന്റെ അർത്ഥം. أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഇരിക്കുകയാണ്. ചോദിച്ച മൂന്നാമത്തെ ചോദ്യം മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് നബിയേ? أن تعبد الله أنك تراه إن لم تكن تراه فإنه يراك. അല്ലാഹ് നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും. ചോദ്യകർത്താവിനൊരു സംശയം, ഹബീബ് കണ്ടതാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ കണ്ടു, ഇനി ഖിയാമത്തിനാൾ വേറെന്താ? അപ്പൊ അടുത്ത ചോദ്യം ഖിയാമത്തിനാൾ എപ്പോഴാണ്? ഇതിന്റെ ഇന്നർ മീനിങ് നോക്കൂ നിങ്ങൾ, എന്തൊരു മാത്രം അർത്ഥഗംഭീരമാണ്. ആ ഹബീബ് വന്നു, കണ്ടു, അള്ളാനെ കണ്ടു കഴിഞ്ഞു. കാണലല്ലേ പ്രധാനം, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിൽ വരുന്നത് പുണ്യനബി അള്ളാനെ കണ്ടതോടുകൂടി ഇനി ലോകത്തിന്റെ ആവശ്യമില്ല. ഖിയാമത്തിനാളാണ് നമ്മുടെ വിഷയം, അന്ത്യനാൾ. ഈ പുണ്യനബിയുടെ വരവോടുകൂടി ഖിയാമത്തിനാൾ ആരംഭിക്കുകയാണ്. നോക്കണം, നേരത്തെ പറഞ്ഞതുപോലെ പുതിയാപ്പിളയുടെയും പുതിയണ്ണിന്റെയും വരവ് കഴിഞ്ഞു പോയാൽ പിന്നെ പന്തലിന്റെ ആവശ്യമില്ലാത്ത പോലെ അഷ്റഫുൽ ഖൽഖിന്റെ വരവും പോക്കും കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ദുനിയാവ്? ഈ ദുനിയാവിന്റെ ആവശ്യമുണ്ടോ? യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമാ അൻത മിൻ നിക്റാഹാ إلى ربك منتهاها إنما أنت منذر من يخشاها. ഇതിനെക്കുറിച്ച് പേടിയും ബേജാറും വെപ്രാളവുമുള്ള ആളുകൾക്ക് അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് മാത്രം. ഏറ്റു പറഞ്ഞു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല, പറഞ്ഞു കൊടുക്കാനല്ല. അതായത് റസൂലുള്ളാഹിന്റെ വരവോടുകൂടി ഇനി സംഗതികൾ അധികം കാത്തിരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. അല്ലാഹു തആല നല്ല നിലക്ക് ജീവിക്കാൻ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പുണ്യ ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അഖ്ബിർനി അനിസ്സാഅതി യാ റസൂലല്ലാഹ്, പുണ്യനബിയേ ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അഖ്ബിർനി അൻ ശറാത്തുസ്സാഅതി വമിൻ അമാറാതിഹാ. ഹബീബായ നബി തങ്ങൾ ആ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖിയാമത്തിന്റെ അടയാളമോ അൻ യകൂനൽ വലദു ഗൈലാ. മക്കൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, മക്കൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈയിടെ റിയാദിൽ, നമ്മുടെ സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നിന്നും ഒരു റിപ്പോർട്ട് ഈയിടെ വരാൻ കഴിയുന്നുണ്ട്. എന്താ? കുട്ടിയുടെ പരാക്രമം തന്റെ പിതാവിനെതിരെയാണ്. 10, 35, 40 വയസ്സുള്ള പിതാവിനെ 8 വയസ്സിന് ചുവടെയുള്ള 7 വയസ്സുള്ള മകൻ AK-47 റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് തല വെടിവെച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? ആ കാരണം പറയുന്നത് സോണി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്ലേ സ്റ്റേഷൻ, സോണി പ്ലേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു വീഡിയോ ഗെയിം, വാർ ആൻഡ് അസോൾട്ട്. അതായത് യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഈ യുദ്ധങ്ങളുടെ ഗെയിമുകൾ വാർ ആൻഡ് അസോൾട്ട് ഗെയിംസ് എന്നാ പറയാ. ഇന്നത്തെ വീഡിയോ ഗെയിംസ്
നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് പ്രിയം വെക്കുന്നത് ടാബ്ലറ്റിലൂടെ, ഇന്നത്തെ മൊബൈൽ ഫോൺസിലൂടെ, PDA പേഴ്സണൽ ഡിജിറ്റൽ ആക്സസിലൂടെ, മറ്റ് ഗാഡ്ജറ്റിലൂടെ ഇന്നത്തെ വീഡിയോ വിഷ്വൽ, ഓഡിയോ വിഷ്വൽ രംഗം തീർച്ചയായിട്ടും ഇന്ന് കീഴടക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് താല്പര്യം ഈ രീതിയിലാണ്. വാർ ആൻഡ് അസോൾട്ട്, അക്രമവാസം, അത് മക്കളിലേക്ക് ഇന്ന് ചെലുത്തപ്പെടുകയാണ്, വല്ലാണ്ട് ചെലുത്തപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു സംഗതി മകൻ ആവശ്യപ്പെട്ടിട്ട് ആ മകൻ അത് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ, സോണിയുടെ പ്ലേ സ്റ്റേഷൻ ഗെയിം തന്റെ പിതാവ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ആ പിതാവിനെ നമസ്കാരം കഴിഞ്ഞ്, ഉച്ചയുടെ ളുഹർ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കടന്നു വരുന്ന പിതാവിന്റെ ആ തലക്ക് നേരെ, നെറ്റിക്കു നേരെ AK-47 വീട്ടിലുള്ള റിവോൾവർ എടുത്തുകൊണ്ട് 7 വയസ്സുള്ള മകൻ വെടിവെച്ച് കൊന്നത് ഈ മാസം പത്രത്തിൽ നമ്മൾ വായിച്ച വാർത്തയാണ്. സൗദി അറേബ്യയെ മാത്രമല്ല നമ്മുടെ നാടിനെ പോലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു വീഡിയോ ഗെയിമിന്റെ പേരിൽ എന്റെ സ്വന്തം പിതാവിനെ, മക്കൾക്ക് ഇമ്മാതിരി ദേഷ്യം ബാപ്പയോടാണ്, ഇമ്മാതിരി ദേഷ്യം ഉമ്മയോടാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേരളം എന്ന് നമ്മൾ പറയാറുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ. യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആവിഷ്കാരമാണ്, അതൊരു സ്വഭാവത്തിന്റെ സംസ്കരണമായിട്ടൊക്കെ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തു നേടി? വിദ്യാഭ്യാസം കൊണ്ട് എന്താ നേടിയത്? കഴിഞ്ഞ പ്രാവശ്യം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഐഫോൺ കിട്ടാത്തതിന്റെ പേരിൽ കേരളത്തിൽ ഫേസ്ബുക്കിൽ ആദ്യം തന്നെ പറഞ്ഞത്ര ഞാൻ മരിക്കാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഫേസ്ബുക്കിൽ നേരത്തെ പോസ്റ്റ് ഇടുക, ഞാൻ മരിക്കുകയാണ്. ഐഫോൺ കിട്ടാത്തതിന്റെ പേരിൽ മക്കൾക്ക് ദേഷ്യം വർദ്ധിക്കും. അന്യകൂനൽ വലതുഹൈലാ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ പുണ്യനബി വരലോടുകൂടി തുടങ്ങിയെന്ന് പരിശുദ്ധ ഖുർആൻ. ഫീമ അൻത മിൻ ദിക്റാഹാ. അത് വെച്ചുകൊണ്ട് നമുക്ക് ചില അടയാളങ്ങളൊന്ന് സംവദിക്കാം. എന്നിട്ട് നമുക്ക് നിങ്ങൾ തന്നെ പറയും ഇനി എന്നാ ഖിയാമത്തിനാൾ എന്ന്. ചില ആളുകൾ 2000 എന്ന് പറയുന്ന വർഷം 2000 ആണ്ടിൽ ഖിയാമത്തിനാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ചില പാതിരിമാർ. ഖുർആൻ അവിടെയാണ് പിഴക്കാത്തത്, നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഇറ്റ് ഈസ് എറ്റേണൽ. ഖുർആൻ ഒരിക്കലും അതിന് പിഴവ് സംഭവിക്കുകയില്ല. Had it been from other than God, they would surely have found therein much discrepancies. Do they not understand the Quran with care? أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. ഖണ്ഡമായ വൈരുദ്ധ്യം കാണും. റിവീൽഡ് ഫ്രം അല്ലാഹ്. റിവലേഷൻ ഇത് യഥാർത്ഥമാണ്. ഇതൊരിക്കലും മനുഷ്യന്റെ കൈക്കടത്തലുകൾ അല്ല, ഇതൊരിക്കലും മനുഷ്യന്റെ കൈക്കടത്തലുകൾ അല്ല. ഇത് കൃത്യമായി റിവീൽഡ് ഫ്രം അല്ലാഹ്. അതല്ലേ തൻസീലും മിൻ ഹകീമിൻ ഹബീർ. ഇത് കൃത്യമാണ്, ഇതിലൊരു കൈകടത്തിലുള്ള. അതുകൊണ്ടാണ് ഈ ഖുർആന് പിഴവ് സംഭവിക്കാത്തത്. അത് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതിന്റെ അടയാളങ്ങൾ, അതിന്റെ സംവേദനങ്ങൾ എല്ലാം ഒന്നിനൊന്ന് ക്ലിയറാണ്. അതാണ് ചില പാതിരിമാർ പറഞ്ഞ Y2K. അന്ന് ഇവിടെ ഇന്ത്യ രാജ്യം പൊതുവെ Y എന്ന് പറഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇയർ, 2 എന്ന് പറഞ്ഞാൽ 2, K എന്ന് പറഞ്ഞാൽ കിലോ, കിലോ മീൻസ് 1000. അപ്പൊ Y2K എന്ന് പറഞ്ഞാൽ 2000 ഇയേഴ്സ്. 2000 ആണ്ടിൽ ഈ ലോകം അവസാനിക്കും. അന്ന് കമ്പ്യൂട്ടറുകൾ തകരാറിലാകും. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഹൈ ടെക്നീഷ്യന്മാർ അവരുപയോഗിച്ചുകൊണ്ട് അമേരിക്കയും ഗൂഗിൾ കമ്പനിയും മറ്റുമെല്ലാം ഇത് കൺട്രോൾ ചെയ്തത് എന്ന് പത്രദ്വാര മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞവരാണ്. Y2K പ്രോബ്ലം 2000 ഖിയാമത്തിനാൾ ഉണ്ടാകും. അങ്ങനെ പലതും പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് ഇനി എപ്പോഴും ആവാം. അതിന്റെ ലക്ഷണങ്ങൾ ഒരു മെഗാ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് മിനി സ്ഫോടനങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികം മാത്രം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കേരള സംസ്ഥാനത്തിൽ ഇടക്കിടക്ക് റിക്ടർ സ്കെയിൽ സിസ്മോഗ്രാഫ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പത്രത്തിൽ ഫസ്റ്റ് പേജിൽ വലതു ഭാഗത്ത് സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടു സിസ്മോഗ്രാഫുമായി ബന്ധപ്പെട്ട വിശേഷം. റിക്ടർ സ്കെയിലിൽ അടയാളപ്പെടുത്തിയ അതിന്റെ പ്രകമ്പനങ്ങൾ, അതിന്റെ ആ ഒരു ജെർക്കിംഗ് കേരളത്തിന്റെ മണ്ണിൽ, സംസ്ഥാനത്ത് അത് വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. ലക്ഷണങ്ങളിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഒന്ന് അൻയകൂനൽ വലദു ഗൈലാ. പിന്നെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവിടെ മാത്രമല്ലേ, ഇത് ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. ഇന്ന് പെൺകുട്ടികളടക്കം ഇവിടെ പുത്തനത്താണി വളാഞ്ചേരി ഭാഗത്ത് ഒരു പെൺകുട്ടി തന്റെ കല്യാണത്തിന്റെ തലേന്ന് പിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? എനിക്ക് നിങ്ങൾ കണ്ടുവച്ച വരനെ താല്പര്യമില്ല, എനിക്ക് ആ വരന് താല്പര്യമില്ല.
ബിരിയാണിയുടെ ചെമ്പ് റെഡിയായി കഴിഞ്ഞു. തക്കാളി വാങ്ങിയിട്ടുണ്ട്, ഉള്ളി വാങ്ങിയിട്ടുണ്ട്, ഇറച്ചി മുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, അരിയാണെങ്കിൽ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭം. പിറ്റേന്ന് കല്യാണമാണ്. തലേന്ന് രാത്രി പെൺകുട്ടി ബാപ്പയോടുള്ള ദേഷ്യം തീർക്കുകയാണ്. ആ വരനെ എനിക്ക് താല്പര്യമല്ല ഉപ്പാ, ആളെ കല്യാണം നടത്തണ്ട, എന്റെ കല്യാണമാണെങ്കിൽ ആ കല്യാണം നടത്താൻ എനിക്ക് താല്പര്യമില്ലെന്ന് ബാപ്പയോടുള്ള വിദ്വേഷം കാരണം ആ കുട്ടി പറഞ്ഞതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും കേരളത്തിൽ അറിയപ്പെട്ട കൗൺസിലർ, സൈക്യാട്രിസ്റ്റ് അദ്ദേഹം എന്നോട് പറയേണ്ടായി. പെൺകുട്ടികൾ നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പോലും കഴിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പെൺപിള്ളേർ ബാപ്പയോട് ദേഷ്യം തീർത്താണ്. എന്തോ സംഗതി വാങ്ങിത്തരാത്തിന്റെ പേരിൽ കല്യാണത്തിൽ എന്ന് വരനെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണോ ദേഷ്യം തീർക്കൽ? മക്കൾക്ക് മാതാവിനോടും പിതാവിനോടും പാരന്റ്സിനോട് ഭയങ്കരമായ ദേഷ്യം, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തബഖ് എന്ന അറബിയിൽ പറഞ്ഞാൽ അതിനർത്ഥം പ്ലേറ്റ്സ് എന്നാണ്. സാധാ പ്ലേറ്റ് ഇല്ലേ, പ്ലേറ്റ് തബഖ് എന്ന് പറഞ്ഞ പ്ലേറ്റുകൾ. തവാസുൽ എന്ന് പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ. ചെലി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ചെലി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഫോൺ എന്ന് പറഞ്ഞ സൗണ്ട്. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്ന ഉപകരണം, ദാറ്റ് ഈസ് ടെലിഫോൺ. വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച. ടെലിവിഷൻ, ടിവി എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള കാഴ്ച നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കുന്ന ഉപകരണം, ദാറ്റ് ഈസ് ടിവി. ടെലി കമ്മ്യൂണിക്കേഷൻ, ആ പദം ഏത് കാലത്താ പുണ്യനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ടെലി കമ്മ്യൂണിക്കേഷന്റെ കാലം ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ ലക്ഷണമായി എണ്ണുന്ന ഓരോ കാര്യങ്ങൾ നോക്കി എല്ലാം സംഭവിച്ചു കഴിഞ്ഞത് തന്നെ. വേണ്ടി പോകുന്ന കാര്യമല്ല, ഇതൊക്കെ സംഭവിച്ചു. അത്തബാക്ക് ആന്റിന എന്ന് പറഞ്ഞാൽ അത് മൊബൈൽ ഫോൺ അതിൽ പെടും ഇല്ലേ? ഇന്നത്തെ ടെലിവിഷൻ ചാനലുകൾ അതിൽ പെടൂല്ലേ? തീർച്ചയായും, ഡെഫിനറ്റ്ലി നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. കണ്ടമാനം ചാനലുകൾ. ഇന്ന് ഓപ്റ്റിക് ഫൈബർ കേബിൾസ്, നമുക്കറിയാം OFC. ഇന്ന് പഴയ മാതിരി ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. എഡ്ജ് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. പഴയ മാതിരിയല്ല. പണ്ടൊക്കെ നമ്മള് നാഷണലിന്റെ ചാനലിൽ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അതിങ്ങനെ ആ പരമ്പര ഗൾഫിൽ നിന്നൊക്കെ നെറ്റിൽ ഫോൺ ചെയ്ത മാതിരിയാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇത് കൃത്യമാണ്. ഓപ്റ്റിക് ഫൈബർ കേബിൾസ് ഒരൊറ്റ വയറങ്ങട്ട് നൽകും. അതിൽ നിന്ന് വേണമെങ്കിൽ TV ഉപയോഗിക്കാം, ഇന്റർനെറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് ഒരു കേബിൾ മാത്രം നമുക്ക് നൽകും. അത് ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് ആയിക്കഴിഞ്ഞു, പലയിടത്തും. കോട്ടക്കൽ അത് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓപ്റ്റിക് ഫൈബർ കേബിളിലൂടെ ഇന്നത്തെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ മീഡിയം ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. അതിൽ വോഡാഫോൺ ഉണ്ട്, BSNL ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കമ്പനീസ് ഒക്കെ അതിന് ഒരുപാട് രംഗത്തുണ്ട്, നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ. ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആന്റിനകളായിരിക്കാം ഒരു പക്ഷേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ഏത് വീടാണെങ്കിലും വീട്ടുകൂടൽ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ആദ്യം നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് ഒരു ടെലിവിഷനാണ്. പുണ്യനബി പറയുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ, അതിന്റെ അതിപ്രസരം ഇവിടെ ഉണ്ടായാൽ, നബി തങ്ങൾ ബാക്കിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അതിനുള്ള ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. നാളെ ഏത് പേസ്റ്റ് കൊണ്ട് ഞാൻ പല്ല് തേക്കണം, നാളെ ഞാൻ ഏത് ബ്രഷ് ഉപയോഗിക്കണം, ബാത്റൂമിൽ ഏത് ക്ലോസറ്റാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ഷവറാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഏത് ടാപ്പാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, എല്ലാം നമ്മുടെ ടെലിവിഷൻ അനുസരിച്ചുകൊണ്ട് നടക്കേണ്ട കാലഘട്ടം. ഇത് ഖിയാമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഖിയാമത്തിന്റെ ഡേറ്റ് നിങ്ങളാണ് പറഞ്ഞത്. നമ്മളിത് അടുത്തുള്ള ഒരു സത്യമോ അതൊന്നും നമ്മൾ ഇടങ്ങാറായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ലക്ഷണങ്ങളിലൂടെ കടന്നു പോകാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ പ്രകടമായിരിക്കുകയാണ്. ഇന്നത്തെ TV സംസ്കാരം നമുക്കറിയാലോ.
1912 യഥാർത്ഥ TV ഉണ്ടായത്. ഇന്ന് വാട്സപ്പ് ആണെങ്കിലും സോമയാണെങ്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളാണെങ്കിലും ഏത് രീതിയിലുള്ള സംവിധാനങ്ങളാണെങ്കിലും ഇതിലൊക്കെ ഏറ്റവും ഓപ്പൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത് വീഡിയോ മീഡിയം. അത് ഒരുപക്ഷെ AVI എന്ന് പറയുന്ന ഓഡിയോ വീഡിയോ ഇന്റർലിങ്കർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ MP4 ഉണ്ടാകാം, 3GB ഉണ്ടാവാം, ഏത് രീതിയിലാവാം. ഇത്തരം വീഡിയോ ഫോർമാറ്റുകൾ നമ്മുടെ ഇന്നത്തെ ഡിവൈസുകളിലേക്ക് കുട്ടികൾ ബ്ലൂടൂത്ത് വഴി, എക്സെൻഡർ വഴി, ജോപ്പിയ വഴി എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് അതിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഇന്ന് നമ്മൾ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യലായി ഇത് മാറിക്കഴിഞ്ഞു. നബി പറഞ്ഞത് നോക്കണം, ഇത് വരുന്നത് അങ്ങനെയല്ലേ? ആന്റിന, മൊബൈൽ ഫോണിന്റെ പ്രവർത്തനം ആന്റിനയിലൂടെയാണ്. അൽക്കാട്ടലിന്റെ വലിയൊരു മൊബൈൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അതിന്റെ ആന്റിന കണ്ടാൽ നമുക്ക് അതുമായി തന്നെ പിടിക്കാമായിരുന്നു. അമ്മാതിരി ആന്റിന അൽക്കാട്ടൽ പണ്ട് ഇറക്കിയിരുന്നു. ലോകത്തെ മൊബൈൽ ഫോണുകളിൽ വളരെ പഴക്കമുള്ള ഒരു മൊബൈലാണ്, കമ്പനിയാണ്. 1862 മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ആന്റിന കണ്ടാൽ ഈ ആന്റിന ഇതുമായി ബന്ധിപ്പിക്കുന്നത് BTS എന്ന് പറയും, ബേസ് ട്രാൻസ്സീവർ സ്റ്റേഷൻ എന്ന് പറയാം. ഈ BTS-മായി അടുത്ത ടവർ 5 കിലോമീറ്റർ പരിധിയിൽ ടവറിലേക്ക് അത് ബന്ധിക്കും. അത് MSC എന്ന് പറയുന്ന മാസ്റ്റർ സ്റ്റേഷൻ കൺട്രോളിലേക്ക് പോകും. എല്ലാം ഡിഷ് ആന്റിനകളാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബ നബി പറഞ്ഞ തവാസുൽ എന്നാണ്. ഇത്തിസാലാത്ത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ മീഡിയം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മീഡിയം മൊബൈൽ ഫോൺ. ഇത് എല്ലാവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. ചെറിയ കുട്ടികളടക്കം ഇന്ന് എന്താ നോക്കിയിരിക്കും, നമ്മുടെ പിള്ളേർ നോക്കി നിങ്ങൾ മൊബൈൽ ഫോണിലാണ്. അവർ ജനിച്ച് വീഴുന്നത് തന്നെ മൊബൈലിലേക്കാണ് തോന്നിപ്പോകും. പുണ്യ നബിയുടെ വാക്ക് നോക്കി നിങ്ങൾ ഇനി എവിടേക്കാ ഖിയാമത്തിനാണ് എന്നെ കാത്തിരിക്കേണ്ടത്. BTS-ൽ നിന്ന് MSC-ലേക്ക് പോയി ആ മാസ്റ്റർ സ്റ്റേഷൻ കൺട്രോളിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള മൊബൈൽ ഫോൺ ഇന്നൊരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലായി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക ഇന്നത്തെ TV തന്നെ. ഇന്നത്തെ TV സംസ്കാരം 1912 യഥാർത്ഥത്തിൽ ചാനൽ വരുന്നത്. അതിന്റെ കാരണമുണ്ടായിരുന്നു. ഇവിടെ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. അള്ളാന്റെ ഹബീബ് ഇത് ലക്ഷണമായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനാണ്. അല്ലാണ്ട് ഇത് കാര്യങ്ങൾ നമ്മളിങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് മാത്രം പറയാൻ വേണ്ടി അല്ലല്ലോ, മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമായിരിക്കണം. തങ്ങൾ ഇതിന്റെ ഗംഭീരമായ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. 1912 ഈജിപ്ത് എന്ന് പറയുന്ന അറബ് രാഷ്ട്രവുമായി കൊളോണിയൽ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിന്റെ അധിനിവേശത്തിന്റെ പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാർ ഈജിപ്ത് എന്ന് പറയുന്ന അറബ് രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തി. 1904 മുതൽ 1912 വരെ ഏതാണ്ട് ഫ്രം 1904 to 1912 ഒരു 8 വർഷക്കാലത്തെ അധിനിവേശം. 8 വർഷക്കാലത്ത് അധിനിവേശം ദീർഘം. ആ 8 വർഷക്കാലത്ത് അധിനിവേശം നടത്തി അവസാനം ബ്രിട്ടീഷുകാർ ഈജിപ്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഈജിപ്തിൽ നിന്ന് പടിയിറങ്ങുന്ന സന്ദർഭം അവർക്ക് ഒരിക്കലും തന്നെ വിജയിക്കാനായില്ല. പരിപൂർണ പരാജയം. TV സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പരിപൂർണ പരാജയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ പരിപൂർണമായും അമ്പയെ പരാജയപ്പെട്ടു. ബ്രിട്ടൻ പരാജയപ്പെട്ടപ്പോൾ ഇതിന് കാരണം അന്വേഷിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ സമിതി ഏർപ്പാടാക്കി. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിക്കേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്, പഠിക്കാൻ സമിതി ഏർപ്പെടുത്തി. അവരതിന് കൊണ്ടുവന്ന റിപ്പോർട്ട് എന്തെന്നറിയാം? അവർ കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ട് some spiritual power. അവർക്ക് എന്തോ ഒരു ആത്മീകമായ ഒരു പവർ ഉണ്ട്. അതായത് ലവ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിലും പ്രവാചക പ്രഭുവിലുമുള്ള അവരുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്നവർ കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവോടുമുള്ള ദമ്മിമായ സ്നേഹബന്ധത്താൽ അതിൽ വാർത്തെടുക്കപ്പെട്ട ഈമാനിന്റെ മുഷയിൽ അവരെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാരന്റെ തോക്കുകൾക്ക് കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരന്റെ യുദ്ധക്കോപ്പുകൾക്ക് സാധ്യമായില്ല. അപ്പോഴാണ് അവർ കണ്ടെത്തുന്ന മറ്റൊരു
കുൽസിത ശ്രമം ഈജിപ്തിനെ പരാജയപ്പെടുത്താൻ. അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ പരാജയപ്പെടുത്താനായിട്ട് നമ്മുടെ മുമ്പിലുള്ള വഴി വീഡിയോ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന മേഖലയിൽ സിനിമാ സംസ്കാരത്തെ, ചലച്ചിത്രത്തെ നമുക്ക് കൊണ്ടുവരാം. അവർ കൊണ്ടുവന്നു. 1912 ഈജിപ്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മനസ്സിലാക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ വാട്സപ്പിൽ ഓരോ പോസ്റ്റ്, ഓരോ വീഡിയോ, അത് ഏത് 3GB ഏത് ഫോർമാറ്റ് ആയിക്കോട്ടെ, ഈ സാധനത്തിന്റെ തുടക്കം 1912 1912 ഇതങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടോ അതോടുകൂടി ഈജിപ്തിന്റെ പരാജയം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഈജിപ്ത് പരാജയപ്പെടുന്നത്? മുസ്ലിങ്ങൾ മുഴുവൻ ഇതിലേക്ക് പോയി. മുസ്ലിങ്ങൾ TV കാണാൻ മാത്രമല്ല, വീഡിയോ എന്ന് പറയുന്ന ഈ മേഖല, ചലച്ചിത്ര മേഖല പുരോഗമിക്കാൻ തുടങ്ങി. അവസാനം മുസ്ലിങ്ങൾക്ക് ഈമാനില്ലാത്ത അവസ്ഥ വന്നു. പക്ഷെ മലബാറിന്റെ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ ഐഡിയ മലബാറിന്റെ മേഖലയിൽ നമ്മുടെ ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞില്ല. കാരണം മഹത്തുക്കളായ ആളുകളല്ലേ, വലിയ വലിയ അരിഫീങ്ങളെ കൊണ്ട് നിർഭരമാണ്. അവരുടെ കൺട്രോളിലുള്ള കേരളം പെട്ടെന്ന് നടന്നില്ല. അപ്പോഴാണ് അവർ പറഞ്ഞ മാപ്പിള സംസ്കാരം, നമുക്ക് മാപ്പിളപ്പാട്ട് കൂടി അതിലേക്ക് ചേർത്തി നോക്കാം, അപ്പം വിജയിക്കാൻ സാധ്യതയുണ്ട്. ഐഡിയ നോക്കണം, ഗുഡ് ഐഡിയ. അങ്ങനെയാണ് നമുക്കെല്ലാം ഒരുപക്ഷെ സുപരിചിതമായി നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ പരിചയമുള്ള ഒരു പാട്ടുണ്ട്. ഓത്തുപള്ളിയിലെന്നു നമ്മൾ പോയിരുന്ന എന്ന് പറയുന്ന ആ സിനിമ പാട്ട് യഥാർത്ഥത്തിൽ അതിലേക്കൊന്ന് ആഡ് ചെയ്തൊരു മാപ്പിളപ്പാട്ട്. അതിൽ മൊല്ലാക്ക തച്ചതുണ്ട്, വടിയെടുത്തതുണ്ട്, ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ നെല്ലിക്ക, ആ കോന്തലിന്റെ ഉള്ളിൽ തിരികിയത്, മൊല്ലാക്കിയും ഓത്തുപള്ളിയും എല്ലാം കൂടി വന്നപ്പോ നമുക്ക് പിന്നെ ടിവിയും സംസ്കാരമൊക്കെ നമുക്ക് ഹലാലായി തോന്നി. പിന്നെ നമ്മളൊരു പോക്കം കെട്ട് പോയത് ആ പറന്തി മഫ്തൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ നല്ല തൊപ്പിന്തൊക്കെ ധരിച്ചിട്ട് ഈ TV സംസ്കാരത്തിലേക്ക് നമ്മളും പോയി. പുണ്യനബി പറഞ്ഞതോ ഇത് വേണ്ടെന്നല്ല, നന്മയുടെ ഭാഗത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ആന്റിനകളുടെ കടന്നുകയറ്റം അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുകയില്ല. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു ഹദീസ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഖിയാമത്തിന്റെ മറ്റൊരു ലക്ഷണമായി ഇദാ റഅയ്തുമുൽ മആസി അലാ റൂസിന്നാസ്, ജനങ്ങളുടെ ചെടിക്കുമീതേ, ജനങ്ങളുടെ തലക്കുമീതേ മ്യൂസിക് ഡിവൈസ് നിങ്ങൾ കണ്ടാൽ എന്താണ് യഥാർത്ഥത്തിന്റെ അർത്ഥം? എനിക്ക് തോന്നുന്നത് ബ്ലൂടൂത്ത് ഇയർഫോൺ, സാധാരണ ഇയർഫോൺ. നമ്മളെല്ലാവരും ഇയർഫോൺ വെച്ച് നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ഇത് പറഞ്ഞതെന്നോ? 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. മ്യൂസിക്കിന്റെ ഡിവൈസുകൾ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ ചെവിക്കുമേൽ തലക്കുമീതെ വെക്കുന്നത് കണ്ടാൽ ബേക്കിൽ എന്താ പറയുന്നത്? അവസാനം നമുക്ക് പറയാം ഖിയാമത്ത് സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അത് അവസാനം പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ നമ്മുടെ ആളുകൾ, നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നവരല്ലേ? മ്യൂസിക് ഡിവൈസസ് നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ എസൻഷ്യലായ, ഇനോവേറ്റബിൾ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയായി മാറിയില്ലേ? ഇപ്പൊ നമുക്കൊരു മൊബൈലിലേക്ക് റിംഗ് ബാക്ക് ടൂൺ അല്ലെങ്കിൽ റിംഗ് ടോൺ നമുക്കത് സെറ്റ് ചെയ്യാതെ കഴിയില്ല. എങ്ങനെയാണ് മ്യൂസിക്കിന് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോയി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഗൗരവമായ വിഷയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ ഹദീസിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം നോക്കണേ, രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മാത്രമല്ല, രക്ഷിതാക്കളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട. കാരണം വിദ്യാഭ്യാസമാണ് ഇനിയുള്ള പ്രശ്നം. വിവരദോഷം വർദ്ധിക്കുകയും വിവരമില്ലായ്മയാണ് ലോകത്തടക്കി വരിക. അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അൽ ഇൽമു കുറയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. എന്താണ് അൽ ഇൽം? യഥാർത്ഥ ഇൽം എന്ന് പറഞ്ഞാൽ ഏത് ഇൽമ? ഈ ലോകത്ത് അല്ലാഹു പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല ഈ ലോകത്തെ പഠിച്ചത്? എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് മറുപടി സൂറത്തു ത്വലാഖിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ
യതനസ്സലുൽ അംറു ബൈനഹും ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. ഈ ലോകത്ത് അല്ലാഹു തആല പടച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഇൽമുള്ളവരാകാൻ വേണ്ടി. എന്ത് ഇൽമാണ്? എന്ത് ഇൽം? How can we define what is science? According to Einstein, യഥാർത്ഥത്തിൽ സയൻഷ്യ എന്ന് പറയുന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടാകും. ദാറ്റ് മീൻസ് നോളജ്, വിവരം. അതാണ് സയൻസ്. Everlasting interrogation of nature by man. മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ചുള്ള നിലക്കാത്ത അന്വേഷണം. The systematic study about the nature and the knowledge thus acquired. അതാണ് സയൻസിനെ കുറിച്ച് മറ്റ് ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്. The organized and systematic study about the nature and the knowledge thus acquired. ഇതാണ് സയൻസ്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പിരിച്വൽ അല്ലെങ്കിൽ ഭൗതികം അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. പക്ഷേ ഏത് വിദ്യാഭ്യാസത്തിന്റെയും അൾട്ടിമേറ്റ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ടു നോ ദി ഓൾമൈറ്റി അല്ലാഹ്. അല്ലാഹുവിനെ തിരിച്ചറിയലാണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما. ലോകത്തൊരു പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി ഫാദർ ഓഫ് സയൻസ്, മോഡേൺ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്ന വലിയൊരു മഹാനുണ്ട്, സർ ഐസക് ന്യൂട്ടൻ. അദ്ദേഹം പഠിച്ച് അവസാനം പറഞ്ഞതെന്താണ്? അദ്ദേഹം പഠനത്തിന്റെ ഗവേഷണത്തിന്റെ പര്യവേക്ഷണത്തിന്റെ കണ്ടെത്തലുകളുടെ വലിയ ഉസ്താദാണ്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, I seem to myself like a child playing on the seashore, picking up here and there a curious shell or a petty pebble, while the boundless ocean of truth lies undiscovered before me. എന്റെ മുമ്പിൽ കിടക്കുന്ന വിശാലമായ സമുദ്രം. ഞാൻ അറിവില്ലാത്ത പച്ച സാധുവാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. എന്റെ മുമ്പിൽ കാണുന്ന ഈ പാരാവാരം, ഈ സമുദ്രമുണ്ടല്ലോ, അത് വിജ്ഞാനമാണെന്ന് ഞാൻ കണക്കാക്കിയാൽ, അതറിവാണെന്ന് ഞാൻ കണക്കാക്കിയാൽ, ഞാൻ അതിൽ നിന്ന് ഒന്നും ശേഖരിക്കാത്ത ഒരു ചെറുപയ്യൻ. I seem to myself like a child playing on the seashore, picking up here and there a curious shell. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കക്കപ്പറിക്ക് നടക്കുന്ന ഒരു പയ്യൻ മാത്രം ഞാൻ കടൽ തീരത്തി. زانة العلم من كانت تثقلها يمشي بها خالقا مقدار أطفاله. വിവരമുള്ള ആളുകൾ അങ്ങനെയാ പറയാ എന്ന് വിചാരിച്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വിവരമില്ലാന്ന് ഞാൻ പറയില്ല. ഈസ് ദി ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഓഫ് ദിസ് ടൈം. ഈ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. ഐൻസ്റ്റൈനു ശേഷം ലോകം കണ്ട ഗ്രേറ്റസ്റ്റ് ഫിസിസിസ്റ്റ്, വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ, തമോഗർത്തങ്ങളുടെ പിതാവ്, വലിയ മനുഷ്യനാണ്. ഈ സമയം എംസ്ക്വയർ വ്യാഖ്യാനിച്ച ഐൻസ്റ്റൈന്റെ വ്യാഖ്യാനത്തെ കണ്ട് ഒരുപാട് തിയറികൾ ലോകത്തിന് സമർപ്പിച്ച ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ്. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കാലത്തെ കുറിച്ച് അദ്ദേഹം നല്ലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എന്റെ അടുക്കൽ ഉണ്ട് അത്. നമുക്കറിയാം, അതിന്റെ 14ാമത്തെ പേജിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. As far as the universe had a beginning, we could suppose it had a creator. But if the universe is really completely self-contained, having no boundary or edge, it would simply be. What place then for a creator? Subhanallah. ഈ ലോകം സിംപ്ലി ബി, ഇത് വെറുതെ ഉണ്ടായതാണ്, സ്വയംഭൂവാണ്. അങ്ങനെയെങ്കിൽ എന്തിനാ ഒരു കർത്താവ്? അല്ലാഹു ഈ ലോകത്തെ പടച്ചത് അവനെ അറിയാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ +2 എന്റെ സ്റ്റുഡൻസിനോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ക്ലാസ്സിലേക്ക് വരുന്നു, ഇവിടെ മുസ്ലിം പിള്ളമാരോട് എഴുതിപ്പിക്കും അത്തഹിയാത്ത് എഴുതിയ. സുബ്ഹാനല്ലാഹ്, ഇന്നൊരുത്തൻ മിഞ്ഞാന്ന് ഒരു പയ്യൻ അത്തഹിയാത്ത് പറഞ്ഞ അത്തഹിയാത്തുൽ ബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നിസ്കരിക്കല്ലേ, നിങ്ങൾ ആയത് കളിയാക്കാണ്. അവന് സത്യത്തിൽ ഓൻ പിന്നെ ഇങ്ങനെ പറക്ക, അവന് പറയാൻ കിട്ടുന്നില്ല. പെൺകുട്ടിയോട് +2 പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇത് ഇപ്പം കഴിഞ്ഞൊരു ആൺകുട്ടിന്റെ കഥ പറഞ്ഞു. ആ പെൺകുട്ടിയോട് ഞാൻ ഖുനൂത്ത് എഴുതാൻ പറഞ്ഞു. പടച്ചോനെ, നീ ശത്രുത വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്നെ പെടുത്തി തരണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, കാലങ്ങളായി ദ്വാരന്നോണ്ടിരിക്കുക. എന്ത് ഇൽമാണ് യഥാർത്ഥ ഇൽമാണ്. അല്ലാഹുവിലേക്ക് എത്തുന്ന ഇൽമിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയോ? യഥാർത്ഥ ഇൽമ് കുറയും. വിവരദോഷം പ്രകടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ലേ കണ്ടത്? 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യം തരങ്ങൾ ഞാൻ വിചാരിച്ച് തമാശാക്കുകയാണ്. അവൻ പറഞ്ഞു, ഉസ്താദെ, അവൻ ഭയങ്കര കാര്യത്തിൽ തൊപ്പിക്ക് നീട്ടി വലിച്ചിട്ട് അല്ല അത്യാവശ്യം ഇപ്പത്തെ നല്ല മോഡൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത താടിയൊക്കെ ഉള്ളവൻ കണ്ടപ്പോ നല്ല രീമാനൊക്കെ തോന്നണ മാതിരി അടിക്കാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ഡിസൈനിലാണ്. ഏതാനും അങ്ങനെ വന്നിട്ട് ചോദിക്കാൻ, ഉസ്താദ് ഈ ഹജ്ജിനൊക്കെ പോലെ മക്കത്തുകല്ലേ ഉംറക്ക് കൊടുക്കാൻ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചത് കളിയൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ സത്യം നിൽക്കുകയാണ്. ഹജ്ജിനൊക്കെ പോലെ മക്കത്തുകല്ലേ ഉംറക്ക് കൊടുക്കാൻ പോവാ. ആലോചിക്കുക, എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ചത്? അതെ, നമ്മൾ തമാശാക്കാൻ വേണ്ടി പറയില്ല. ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് +2 കുട്ടിയോട് ചോദിക്കുക, മോനെ അത്തയ്യത്തൊന്ന് പറഞ്ഞേ, എവിടെ കിട്ടണം? നിസ്കാരത്തിന് ശേഷമുള്ള ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? യാ മുആദ് ഇന്നി ഉഹിബ്ബുക, ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മോനെ മുആദ്. ആരായി മുആദ് എന്നറിയുമോ? ഇവരാണ് മുആദ് ഇബ്നു ജബൽ. യമനിലേക്ക് ദീന് കൊണ്ടുപോയി കൊടുത്ത ഉസ്താദാണ്. യമനിന്റെ ഉസ്താദാണ്. യമനിന്റെ ബഷാറുൽ അസദിന്റെ നാടുണ്ടല്ലോ, ആ നാട്ടിൽ ഈമാനിന്റെ പ്രഭ ചൊരിഞ്ഞ പണ്ഡിതനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു 18 വയസ്സുള്ള സന്ദർഭം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക. മുആദേ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലാ തൻസാ ഫീ ദുആഇക, നീ നിന്റെ ദുആയിൽ മറക്കരുത്. ബഅദ കുല്ലി സ്വലാത്ത്, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തആഅതിക ഈമാനിക യാ അല്ലാഹ്. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചു, സമസ്തന്റെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു. ഇവിടെ സമസ്തന്റെ മദ്രസനാണല്ലേ, പഠിപ്പിക്കുമല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ വഅസ്അലുക വഅതൂബു ഇലൈക്. അവിടുന്ന് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാമു വഇലൈക റജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക റബ്ബനാ വതആല അൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തആതിക വഈമാനിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ലാ مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا ينفع ذا الجد منك الجد. എന്നിട്ട് ആയത്തുൽ കുർസി ഓതാ അല്ലേ? എന്നിട്ട് സുബ്ഹാനല്ലാഹ് 33. അതൊക്കെ ശീലാക്കി പോരും. ആ വിവരം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നിപ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ എന്താ തിരക്ക്, ഒരു കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മളെല്ലാം. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ സന്തതിയാണ് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഇന്ന് വേൾഡ് തലത്തിൽ ആ സ്ഥാപനത്തിന്റെ ശോഭ നന്നായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മതബോധിക സമന്വയ വിദ്യാഭ്യാസം ഒരിക്കലും എതിർക്കുന്ന സ്ഥാപനമല്ല ദാറുൽ ഹുദ. പക്ഷേ ആ ദാറുൽ സന്തതി എന്നൊക്കെ നമുക്ക് പറയാനുള്ളത്, മതമില്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം സപ്തദിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് അലോട്ട്മെന്റിന്റെ പേര് പറഞ്ഞ് രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് ക്യൂയാണ്. എവിടെ, എന്തിനാ ക്യൂ? എന്റെ കുട്ടിക്ക് ഒന്നുകിൽ സയൻസിൽ സീറ്റ് വേണം. സുബ്ഹാനല്ലാഹ്, നല്ല കുട്ടിയാവാം, 10ാം ക്ലാസ് വരെ ദീനോ, 10ാം ക്ലാസ് വരെ തലമുടി മറക്കുന്ന വിഷയത്തിലോ, ഡ്രസ്സിംഗിന്റെ സ്റ്റൈലിലോ ഇസ്ലാമിന്റെ ദീനിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി കീപ്പ് ചെയ്ത കുട്ടിയാണ്. ഡിഗ്രിക്ക് വേണ്ടി കോളേജിൽ കൊണ്ടുപോയി ചേർത്തിയപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടി ചേർത്തപ്പോഴേക്ക് കുട്ടി പിന്നെ തട്ടം മറക്കാതെയാണ്. അതുപോലെ ടൈറ്റ് ഇടാൻ തുടങ്ങി, അതുപോലെ തന്നെ ടൂർ പോകാൻ തുടങ്ങി, വാട്സപ്പ് പോസ്റ്റിംഗ് തുടങ്ങി, അതുപോലെ സോമയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചാറ്റിംഗ് തുടങ്ങി. എന്തൊക്കെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് ആസ്വാദനത്തിന് വേണ്ടിയാണെന്നാണ് അവരുടെ വർത്തമാനം.
ജീവിതത്തെ കുറിച്ച് പുണ്യനബി നമ്മളോട് പറഞ്ഞതാണ്. ഇദാ മത്തൽ ഇൻസാൻ അമതു ഖിയാമതുഹു, ഒരു മനുഷ്യന്റെ മരണമാണ് ആ മനുഷ്യന്റെ ഖിയാമത്തിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ഇൽമാ വേണ്ടത് എന്താ? അലിയുൽ കൂഫി തങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. അലിയുൽ കൂഫി തങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള പാഠവും അത് തന്നെയാണ് യഥാർത്ഥ ഇൽമ. വഖാലിത്തിസ് സുലഹാ ലിൽതസ്സലാഹ ബിഹിം ഫഇന്നഹും ഫീ വജൂഹിൽ അർളി അഖ്മാറൂ. അല്ലാഹുവിന്റെ ഗംഭീരമായ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. ആ ആരിഫീങ്ങളെ ബഹുമാനിക്കണം, ആരിഫീങ്ങളോട് സഹവസിക്കണേ, ആരിഫീങ്ങളുടെ സുഹബത്ത് വേണേ. ആരിഫീങ്ങളുടെ സുഹബത്തുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് വലിയ രക്ഷയാണ്. ബഹുമാനപ്പെട്ട ഔസല്ലാഹു തങ്ങൾ, നമുക്ക് ബഹുമാനപ്പെട്ട മമ്പുറത്ത തങ്ങൾ പാപ്പാനെ പരിചയമില്ലാത്ത ആരോടല്ലോ ആ മഹാന്റെ അടുക്കലേക്ക് ആരാ പോയത്? വെളിയങ്കോട്ട് മർക്കാദി റളിയല്ലാഹു അൻഹു. വെളിയങ്കോട്ട് മർക്കാദി തങ്ങൾ പോയിട്ട് പറയുന്ന കാര്യം, മഹാനായ തങ്ങളോട് പറയുന്ന, തങ്ങളെ എനിക്ക് ആഖിറം രക്ഷപ്പെടണം. ഏതെങ്കിലും ഔലിയാഇന്റെ അല്ലെങ്കിൽ മഹാന്മാരായ വലിയിന്റെ ഔലിയാക്കളുടെ മശായിഖന്മാരുടെ ഒരു പാത, ഒരു തുറുക്ക്, ഒരു ത്വരീഖ നമുക്ക് ലഭ്യമായാൽ അത് ആഖിറം രക്ഷപ്പെടാൻ വലിയ കാരണമാണ്. അല്ലാഹു തആല നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മഹാന്മാരുടെ ഹഖ് ബർക്കത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറഞ്ഞോളി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയ കാര്യമാണ്, ഒരു വലിയ കാര്യമാണ്. ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ അടുക്കിലേക്ക് വന്ന് പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളോട് ആവശ്യപ്പെടുന്ന എന്റെ ആഖിറം രക്ഷപ്പെടണം. ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞത് കേരളത്തിന്റെ പ്രഗത്ഭനായ അല്ലാഹുവിന്റെ വലിയാണ്. ബഹുമാനപ്പെട്ട വെളിയങ്കോട്ട് മർക്കാദി റളിയല്ലാഹു തആല അൻഹു വിദേശിക പോരാളികളോട് ശക്തമായ സന്ധിയില്ല സമരം തീർത്തവരാ. മാത്രമല്ല സൗദി അറേബ്യയുടെ മക്കയിലും മദീനയിലും മഹാന്റെ പേരിൽ റോഡ് തന്നെയുണ്ട്. ഷാരിഉ മർക്കാദി റളിയല്ലാഹു തആല അൻഹു എന്ന പേരിൽ അത്രക്കും പ്രസിദ്ധനാ. പരിശുദ്ധമായ മക്കയിലും മദീനയിലും മുസ്ലിമിന്റെ രണ്ട് പ്രധാനപ്പെട്ട സന്ദർശക ഗേഹങ്ങളായ ആ മക്കയിലും മദീനയിലും സുപ്രസിദ്ധിയാർജിച്ച പണ്ഡിതന് ആ മഹാനുഭാവൻ വന്നിട്ട് ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങൾ പാപ്പാനോട് പറഞ്ഞതെന്താ? എന്റെ ആഖിറം രക്ഷപ്പെടണം തങ്ങള്. എന്നിട്ടല്ലേ ഇവിടെ താമസിക്കുന്ന ഒന്നിനും കൊള്ളാത്ത നമ്മൾ ഞങ്ങളോട് പറയേണ്ട ആഖിറം രക്ഷപ്പെടണം. ഈ പേടി ബേജാറ് നമുക്കില്ലാതെ പോയി. നമ്മളതാ വേറെ എന്തിനൊക്കെ പിന്നിൽ പോയി. ഞാൻ വെറുതെ അല്ല കുട്ടികളെ ചീത്ത പറയുന്നത്. കുട്ടികളെ ചീത്ത പറയാൻ കാരണം നിങ്ങളാ, മാതാപിതാക്കളാ. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട പഠിപ്പ് നമ്മൾ പഠിച്ചോ? അത് മക്കൾക്ക് ട്രെയിനിങ് കൊടുത്തു. മമ്പുറത്ത് തങ്ങൾ പാപ്പ ഈ ചോദ്യം കേട്ടപ്പോ മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ ഡോറിന്റെ അവിടെ വന്നിട്ട് സലാം പറ, അസ്സലാമു അലൈക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ്? ബഹുമാനപ്പെട്ട ചോദിക്കുന്നു, മൻ ഇൻദൽ ബാബ്, വാതിലിന്റെ അടുക്കൽ ആരാ? വാതിലിന്റെ അടുക്കൽ ആരാണ് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മർക്കാദിയുടെ മറുപടി, അനോമർ അനോമർ അനോമർ, ഞാനുമറാണ് ഞാനുമറാണ്. ജാഹിലായ ഉമറോ? സുബ്ഹാനല്ലാഹ്. അടുത്ത ചോദ്യം, ജാഹിലായ ഉമറോ? വിവരമില്ലാത്ത ഉമറാണോ പുറത്തു നിൽക്കുന്നത്? തങ്ങൾ പറയാ, ഞാൻ ആകെ മനസ്സിൽ മഹാനവറുകളുടെ ബൈത്തുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്ന. കവിയാണല്ലോ മഹാൻ. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോ എന്റെ മനസ്സിൽ നിന്നൊക്കെ ഡിലീഷൻ അല്ല, ഫോർമാറ്റ് ആയി പോയി. ഒന്നുമില്ല, എന്റെ മനസ്സിൽ പക്ക ഖാലിയായി. എന്താണ് ആ ചോദ്യം? ആരാ ചോദിക്കുന്നത്? ഖുതുബുസ്സമാൻ. ജാഹിലായ ഉമറോ? ജാഹിലായ ഉമറോ? വിവരദോഷിയായ ഉമറാണോ പുറത്തു നിൽക്കുന്നത്? ആള് ഉമറുൽ ഖാദി. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര മണ്ഡലങ്ങളിൽ ഒരു മസ്അല പോലും നോക്കാൻ കിതാബിന്റെ ആവശ്യമില്ലാത്ത വിധം മനപ്പാടമുള്ള പണ്ഡിത കേസരിയാ, പ്രജ്വലിച്ചിരിക്കുന്ന താരപ്രതിഭയാ മഹാനായ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു. പക്ഷേ മനസ്സ് കംപ്ലീറ്റ് ഫോർമാറ്റ് ആയി. രണ്ടാമത്തെ ചോദ്യം, ഒരു നിമിഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ചോദ്യം, അതോ ആലിമായ ഉമറോ?
മഹാനവറുകൾ പറയാ, ഞാൻ കുതുബ് സമാനാന്ന് മൂപ്പർ കുതുബ് സമാനാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എന്റെ ആദ്യത്തിൽ എന്നോടുള്ള ചോദ്യത്തോടു കൂടി എന്റെ മനസ്സ് കംപ്ലീറ്റ് എനിക്കൊന്നും കിട്ടാതെ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ആയിപ്പോയി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോ എന്റെ ഇൽമ് ഞാൻ പഠിച്ചതൊക്കെ എന്നിലേക്ക് തിരിച്ചു വന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല. ഈ ഉമർ ഖാദി തങ്ങൾ ഈ മഹാനായ മമ്പർ തങ്ങളോട് അടുത്തടുത്ത് യഥാർത്ഥ ഇൽമ് പ്രകാശിക്കും. ആ പ്രകാശത്തോട് അടുത്തടുത്ത് വന്നപ്പോൾ അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അമ്പറത്ത് വഫാത്തായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം നിന്ന് അർദ്ധരാത്രി പാതിരാനേരമാണ്, 3-4 മണിയാണ്, സുബഹിയോടടുക്കുന്നു. ആ സന്ദർഭത്തിൽ മമ്പറം തങ്ങളെ പാപ്പ ലോകത്തോട് വിട പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ പാടിയില്ലേ, ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ബഖാഇ സറാ. മഹാനായ സയ്യിദുനാ മമ്പറം തങ്ങൾ ഈ രാത്രിയിൽ തന്നെ യാത്രയായിട്ടുണ്ട്, ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് മഹാനായ മമ്പറം തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് അങ്ങകലെ എവിടെയും കൂടിയിരിക്കുന്ന ഉമർ ഖാദി തങ്ങൾ തന്റെ ശിഷ്യഗണങ്ങളോട് വാട്സാപ്പിൽ പോസ്റ്റ് കണ്ടുകൊണ്ട് പറഞ്ഞതല്ല, ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ ഇന്റർനെറ്റിന്റെ സംവിധാനത്തോടുകൂടി സംവദിച്ചതും അല്ല. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച അള്ളാന്റെ അരിഫീകൾക്ക് ഒരു അന്തർക്കാഴ്ചയുണ്ടാകും. ഒരു 6-ാം മന്ത്രിയും എന്നൊക്കെ പറയും പോലെ അതുണ്ട്. അവരതിലൂടെയാണ് കണ്ടത്. ഈ ഇൽമാണ് വേണ്ടത്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇൽമ് യഥാർത്ഥത്തിൽ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ആ ഇൽമിനെ കുറിച്ചാണ് ആയിരിക്കും പുണ്യനബി തങ്ങൾ പറഞ്ഞത്. +1 +2 ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോ +2 മദ്രസ കഴിഞ്ഞ കുട്ടികളോട് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ഫാത്തിഹ ഓതാൻ അറിയുമെന്ന് ചോദിച്ചു. ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ഫാത്തിഹ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈറുൽ മഗ്ദൂബി അലൈഹിം എവിടുന്നാ ലാദ് വരുന്നത്? വലല്ലാലിന്റെ ലാദും ഗൈറുൽ മഗ്ദൂബിന്റെ ലാദും ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നത്. അത് കുറച്ച് പണിയെ ഉച്ചരിക്കാൻ. ഞാനാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാദ് ഉച്ചരിക്കാൻ കഴിവുള്ളവൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് പണിയാണ്, അതല്ലേ പഠിക്കേണ്ട പഠിപ്പ്. ആരാ അവിടെ ഖുർആൻ എത്ര പ്രാധാന്യം കൊടുത്തു? ഖുർആനിന്റെ ഹർഫുകൾ ഉച്ചരിക്കാൻ അത് വലിയ ജ്ഞാനമാണ്. മുജവ്വിദീങ്ങളുടെ അടുക്കൽ പോകണം, തജ്വീദ് പഠിക്കണം, ഖുർആനിന്റെ ഹർഫിന്റെ ഉച്ചാരണം ശരിയാക്കണം. മിനിമം ലെവൽ ഫാത്തിഹയെങ്കിലും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിനിമം ലെവൽ മിനിമം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ചിലരൊക്കെ എവിടുന്നെങ്കിലും സൗണ്ട് വന്നാൽ പോരാ, അത് മുജവ്വിദീങ്ങളുടെ അടുക്കൽ പറ്റി പഠിക്കണം. അല്ലാഹനെ മനസ്സിലാക്കുന്ന എവിടെ ആർക്ക് താല്പര്യം, എന്തിനാണത്? സുബ്ഹാനല്ലാഹ്, അത് തോന്നുന്ന കാലമാണ് ഈ കാലം. അത് ഖിയാമത്ത് വന്നു എന്ന് ഉറപ്പിച്ചോളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനല്ലേ. നോക്കണം, ഈ ഇൽമുള്ള ആളുകളുടെ സ്വഭാവം പോലും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട കീശ്ശേരി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനാണ്. ഈടെ ലോകത്തോട് വിട പറഞ്ഞു പോയ മലബാറിലെ പ്രഗത്ഭനായ അല്ലാഹുവിന്റെ വലിയും ആരിഫുമാണ് ബഹുമാനപ്പെട്ട കീശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹ. അല്ലാഹു അവരുടെ കൂടെ നമുക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. വലിയ മഹാനാണ് കീശ്ശേരി മുഹമ്മദ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്തൊരു ശിഷ്യൻ പോയിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, എനിക്കൊരു മുറബ്ബിയായ ശൈഖിനെ ബന്ധപ്പെടുത്തി തരണം. മുറബ്ബിയായ ശൈഖിനെ എനിക്ക് ബന്ധപ്പെടുത്തി തരണം, എന്റെ ആഖിറം എനിക്ക് രക്ഷപ്പെടാനാണ്.
എനിക്ക് ചില വിറുതുകൾ, എനിക്ക് ചില ദിക്റുകൾ, അദ്കാറുകൾ എനിക്ക് ഇജാസത്തോട് കിട്ടണം, എന്റെ ആഖിറം രക്ഷപ്പെടാനാണ്. ശംസുൽ ഉലമ തങ്ങൾ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു മുറബ്ബിയായ ശൈഖിനെ വേണമല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പറയാം. 5 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. 5 ദിവസം കൃത്യമായി ശൈഖുന ആലോചിച്ചിട്ട് ഞാൻ പറയാം, 5 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന്. 5 ദിവസം കഴിഞ്ഞിട്ട് ഈ ആള് വീണ്ടും ചെല്ലുകയാണ് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ അടുക്കൽ. ചോദിച്ചു, ആ കണ്ട പാടെ തന്നെ ശൈഖുന ഇങ്ങോട്ട് ചോദിച്ചു, നിന്നോട് ഞാൻ മുറബ്ബിയായ ശൈഖിനെ ആരെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? എനിക്കതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അത് കീശേരി മേമൂലയടുത്തേക്ക് പോയിക്കോ. മാഷാ അല്ലാഹ്. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. നേരെ പോയി ബഹുമാനപ്പെട്ട കീശേരി മേമൂലയർ. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ വിഷയമാണ്. സനദ് മുത്തസിലാണെന്നർത്ഥം. അങ്ങനെ നേരിട്ട് പോയി എവിടെ എത്തി? ഉസ്താദിനെ കണ്ടു കിട്ടാൻ പണിയാണ്. മേമൂലയരെ കണ്ടവർക്കറിയാം. അല്ലാഹുവിന്റെ വലിയ വലിയ അവിടെ ചെന്ന് ഉസ്താദിന്റെ അടുക്കലേക്ക് എത്തി. നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇങ്ങോട്ട് വിട്ടതാണെന്ന് പറഞ്ഞു. എടുത്തേം പാടെ രണ്ടാമതൊരു ചോദ്യം. അതിന് കോള് വിടല്ലടോ, കോള് കിടക്കുന്നത് അവിടെയാണ്. മലപ്പുറം ഭാഷ കോള് എന്ന് പറയില്ലേ? ഇവിടെ പറയില്ലേ? കോള് വിടല്ല കിടക്കുന്നത് അവിടെയാണ്. അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. 2-3 വട്ടം പറഞ്ഞു. പിന്നീട് വേറെ വർത്താനല്ല. അല്ല, അങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോ ക്യാൻസർ രോഗി പിടിവിട്ട്, അതുപോലെ തന്നെ ഒരാൾക്ക് ഹാർട്ടിന് വലിയ കംപ്ലൈന്റ് ഉണ്ടായി, ഓപ്പറേഷന് വേണ്ടി വിധിച്ച സമയത്ത് ഒന്ന് കീശേരി ഉസ്താദിനെ കണ്ടുവരാന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോ പറഞ്ഞു, നിനക്കാ വേണ്ട. അടുത്ത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്, നിങ്ങളൊന്ന് ഓപ്പറേഷന് പറഞ്ഞ ആളാണെന്ന് ചോദിച്ചു. എന്നോട് ഇന്ന് വരാൻ പറഞ്ഞു. നിങ്ങളോടൊന്നേ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പം കാണാനില്ല. അതാ 3 വട്ടം പറയലോട് അത് എത്തനോട് തെറ്റി. അതാണ് ഔലിയാക്കന്മാർ. ആ പറച്ചിലും കേട്ടങ്ങോട്ട് പോയതാണ്. ശൈഖുനാ ശംസുൽ ഉലമാന്റെ അടുക്കൽ പോയി. ശംസുൽ ഉലമാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വിട്ടു നിർത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വിട്ടുവല്ലേ? ശൈഖുന അങ്ങനെയാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സംസാരിക്കുന്നത്. എന്നാൽ ഇനി ഞാൻ പറഞ്ഞതാണെന്ന് പറയണോ? വിട്ടോ, അങ്ങോട്ട് തന്നെ പോയിക്കോ. ഞാൻ പറഞ്ഞിട്ട് വരികയാണെന്ന് പറയും എന്ന് പറഞ്ഞു. ഇതും കേട്ട് മൂപ്പര് പിന്നെയും പോയി. കിട്ടണല്ലോ വേഗം. മൂപ്പർക്ക് പിന്നെ വിശ്രമമില്ല. ഇത് കിട്ടിയിട്ടേ പണിയുള്ളൂ. ഇവിടുന്ന് കേട്ട പാടി അങ്ങോട്ട് തന്നെ പോകും. ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദ് വിട്ടിട്ടാണ് വരുന്നത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ ശരിയായത്. അപ്പൊ അവിടുത്തെ സമ്മതം ഉണ്ടല്ലേ? അവിടുന്ന് ഇജാസത്ത് തന്നിട്ടില്ലേ? എന്നാ പിന്നെ ഇന്ന ദിക്റൊക്കെ ചൊല്ലിക്കോ. അതിലൊക്കെ പല രഹസ്യമുണ്ട്, നമുക്കൊന്നും അറിയില്ല. എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. അവിടുന്ന് സമ്മതം തന്നിട്ടുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ പിടിച്ചോ എന്ന് പറയും. അതായത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ തമ്മിലുള്ള ആ ബന്ധം, ഇങ്ങനെയുള്ള ചില ഇൽമുകൾ, ഇങ്ങനെയുള്ള ചില ജീവിത സ്വഭാവ രീതികൾ, അതിലേക്ക് നമ്മുടെ പുതിയ തലമുറ വരുന്നുണ്ടോ? എല്ലാം ഒരു ജനറൽ ഇസ്ലാം പ്ലാറ്റ്ഫോമിലാണ്. എല്ലാവർക്കും ഒരു ജനറലൈസേഷൻ ഇസ്ലാമിന്റെ വിഷയത്തിൽ. അതും പറ്റും, ഇതും പറ്റും, എല്ലാം പറ്റും. ഇല്ല. അതൊന്നും അങ്ങനെയൊന്നും ശരിയല്ല. അതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ലല്ലോ. യഥാർത്ഥ ഇൽമ കുറയും. അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്. യഥാർത്ഥ ഇൽമ കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ഇൽമ കുറയുമെന്ന് മാത്രമല്ല, വിവരദോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ അലോട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെയോ ഞാനിവിടെ നിരാശപ്പെടുത്തിയതല്ല. അവർക്ക് പഠിക്കാൻ നന്നായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ അത് കൂടെ നടത്തുന്നത് ജീവിതത്തിന്റെ ഭാഗമായി കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അതിനുവേണ്ടി നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അത് ചൊല്ലുന്നുണ്ടെന്ന് ഹബീബനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതെന്തിനാണ് ആ ബോധം? അല്ലാഹ് എന്ന ബോധമുള്ളത് കൊണ്ടാണ്. അല്ലാത്തവർക്ക് എന്തുമാവാലോ, അല്ലാത്തവർക്ക് എന്തുമാവാം. പരിശുദ്ധ റസൂലുള്ള പറഞ്ഞില്ലേ, ഞാൻ മാത്രമല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകലമായ പ്രവാചകന്മാരും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെല്ലാം പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താണ്?
ലജ്ജയില്ലെങ്കിൽ എന്തും വേണമെങ്കിൽ ചെയ്തോ, അതിന് കുഴപ്പമില്ലടാ. ലജ്ജ വേണം. ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോ, അതാണ് ഏറ്റവും വലുത്. ഉണ്ണി നബിന്റെ അടുക്കിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്തു ലജ്ജ? തെറ്റ് ചെയ്തത് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാനുള്ള ലജ്ജയല്ല. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി മിനസ് സിനാ. അടുത്ത ലക്ഷ്യം വ്യഭിചാരം വർദ്ധിക്കലാണ്. ഉണ്ണി നബിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു, ഇന്നി മിനസ് സിനാ. ഉണ്ണി നബിയുടെ വാക്ക് നോക്കണം. വ്യഭിചാരത്തിൽ ഞാൻ ഗർഭിണിയാണ് നബിയെ. പരിശുദ്ധ നബിയോട് പറയുന്നു, അതുകൊണ്ട് എന്റെ പേരിൽ ഹദ്ദ് നടപ്പിലാക്കണം യാ റസൂലല്ലാഹ്. ഹദ്ദ് നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? ബഹുമാനപ്പെട്ട മായിസ് റളിയല്ലാഹു അൻഹു ചെയ്ത ആളാണ്. വ്യഭിചാരം ഒരാൾ ചെയ്തു പോയാൽ അയാൾ കല്യാണം കഴിച്ചവനാണോ, വിവാഹിതനാണോ, അവിവാഹിതനാണോ എന്നാണ് പരിശുദ്ധ ദീൻ നോക്കുക. വിവാഹിതനാണെങ്കിൽ അയാൾ മരണം വരെ അയാളെ എറിഞ്ഞു കൊല്ലലാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് ആ രീതിയിലുള്ള പെണ്ണായതുകൊണ്ട് തന്നെ വേറൊരു ഭർത്താവിന്റെ കീഴിലുള്ള പെണ്ണാണ്. പക്ഷേ വിചാരത്തിലൂടെ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നബിയോട് വന്ന് പരാതി പറയുന്നത്, നബിയേ, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് നടപ്പിലാക്കണം. എനിക്ക് ആഖിറത്തിലെത്തിയാൽ ഇത് സഹിക്കാൻ കഴിയില്ല നബിയേ. ആളുകൾ അറിയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല നബിയേ. ഒരു തെറ്റഥവാ സംഭവിച്ചു പോയാൽ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. നമുക്കതിൽ യാതൊരു, ഇത് റസൂലുള്ളാഹിനോട് പ്രകടമായ മാപ്പാണ്. അപ്പൊ നബി എന്താ പറഞ്ഞത്? അന്തി ഹുബ്ല, നീ ഗർഭിണിയാണ്. നിന്റെ ഗർഭം പ്രസവം കഴിഞ്ഞിട്ട് നീ വരണം. ഗർഭിണിയായിരിക്കെ നീ ഒരിക്കലും നിന്നെ എറിഞ്ഞുകൊല്ലുന്നത് ശരിയല്ല. നിന്റെ ഗർഭം നീ പ്രസവിക്കണം. നീ ഗർഭിണിയാണ്, നീ പ്രസവം കഴിഞ്ഞതിന് ശേഷം വാ. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ അടുക്കൽ കൈക്കുഞ്ഞുമായി കടന്നു വന്നു ആ സഹോദരി. നബിയേ, മാസങ്ങൾക്ക് ശേഷം ഇതാ പ്രസവിച്ച ആ പെണ്ണ് കൈക്കുഞ്ഞുമായിട്ട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനിതാ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു നബിയേ, ഇനി ഹദ്ദ് നടപ്പിലാക്കിക്കൂടെ? ഇനി ഹദ്ദ് നടപ്പില്ല. എന്താ ഹദ്ദ്? എറിഞ്ഞു കൊല്ലലാണ്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഈ കുട്ടിക്ക് നീ മുല കൊടുക്കണം. അതിനൊരു പ്രായപരിധിയുണ്ട്. ആ മുല കൊടുക്കേണ്ട പ്രായം കഴിയട്ടെ, എന്നിട്ട് നീ വായോ. എന്റെ ശേഷം ആ കുട്ടി, ആ പെണ്ണ് വന്നു മുല കുടിക്കൽ. ആ മുല കുടിക്കേണ്ട യഥാർത്ഥത്തിൽ അതിന്റെ പ്രായം കഴിഞ്ഞതിന് ശേഷം ഉണ്ണി നബിനെ സമീപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആർക്ക് കഴിയും? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ ചെയ്തതെന്താ? ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് എറിയാൻ പറയുക. എറിഞ്ഞ് 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 അവസാന ശ്വാസം വലിക്കുന്നത് വരെ ഉണ്ണി നബി തങ്ങൾ ഹദ്ദ് നടപ്പിലാക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്ന് വ്യഭിചാരം ഗൗരവമുള്ള കാര്യമാണ്. ഹബീബ നബി തങ്ങൾ ഖിയാമത്തിന്റെ ലക്ഷണമായി പറഞ്ഞ മറ്റൊരു വിഷയം വ്യഭിചാരം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. വ്യഭിചാരം വർദ്ധിക്കാന്നുള്ള ഒരു ഹദീസ് യൽഹറു എന്ന് വേറൊരു ഹദീസുമുണ്ട്. പ്രകടമാകും. അന്ന് ഇത് രഹസ്യമായി ചെയ്തിട്ട് പോലും പുണ്യ നബിന്റെ അടുക്കൽ പോയി മാപ്പ് ചോദിച്ചു സ്വഹാബത്തെ കിറാം. അല്ലാഹുവിന്റെ ഹബീബേ, ഹദ്ദ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ചെയ്യുന്നു, ചെയ്തത് തെറ്റല്ല എന്ന് തോന്നുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്നിപ്പോ കേരളത്തിന്റെ പുതിയ സാഹചര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. കേരളത്തിന്റെ പത്രധാര, കേരളത്തിലെ ലീഡിംഗ് ന്യൂസ് പേപ്പറുകളിൽ ഒന്നായ ആ പത്രം നമുക്കിടയിൽ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ലൈംഗിക പീഡനത്തിനും വിചാരത്തിനും ഇരയാകുന്നവർ കുടുംബത്തിലെ ബന്ധുക്കളാലാണ്. രണ്ടാനച്ഛൻ, അതുപോലെ തന്നെ സ്വന്തം ആങ്ങള, അതുപോലെ തന്നെ എളാപ്പാന്റെ മക്കൾ, അതുപോലെ മൂത്താപ്പാന്റെ മക്കൾ, അമ്മോന്റെ മക്കൾ, സുബ്ഹാനല്ലാഹ്, അമ്മായിയുടെ മക്കൾ. ഇങ്ങനെയാണ് കേരളത്തിലെ പുതിയ റിപ്പോർട്ടാണ്. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കണം. ഖിയാമത്തിനാളായാൽ മൈലാഞ്ചി കല്യാണത്തിന്റെ പേര് പറഞ്ഞ് അതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ
നമ്മുടെ പെൺകുട്ടികൾ എവിടെയാണ്? അവരന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടുന്നു. ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത്? ആരുടെ കൂടെയാണ് അവർ പുറത്തേക്ക് സർക്യൂട്ടിന് വേണ്ടി ഇറങ്ങുന്നത്? ഇതൊന്നും ചിന്തിക്കാൻ ഒരു പക്ഷേ നമ്മൾ സമയം കണ്ടെത്താറുണ്ടാവുകയില്ല. കാരണം കുടുംബത്തിൽ ഒരു നടക്കുന്നൊരു കല്യാണമാണ്. അമ്മോന്റെ മോളും അമ്മായിയുടെ മോളും അമ്മോന്റെ മോനും അമ്മായിയുടെ മോളും ഒരുമിച്ചിരുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഇല്ല. ശറഅ് അതിനെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്കിടയിൽ വിഷയമില്ല. അതിനെന്താ കുഴപ്പം? നിങ്ങൾ ആലോചിക്കണം. ഭർത്താവ് ഗൾഫിലാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ആ ഭർത്താവിന്റെ അനിയൻ ഭാര്യയെ ബൈക്കുമേൽ കൊണ്ടുപോകുന്നില്ലേ? ആ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. വ്യഭിചാരം വർദ്ധിക്കുമേ, മാത്രമല്ല വ്യഭിചാരം പ്രകടമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം പ്രകടമാകുമെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം റോഡുകളിൽ പോലും വ്യഭിചാരം നടക്കുന്നത് കണ്ട് ആളുകൾ കറുപ്പും വെറുപ്പും തോന്നി. ഒന്ന് മാറി നിന്നോട് ചങ്ങാതി, ഈ നടുറോട്ടിൽ വെച്ചിട്ടാണ് നിന്റെ വ്യഭിചാരം എന്ന് പറയേണ്ട ഗതികേട് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യദ്ഹറുൽ സിന, വ്യഭിചാരം അതിന് മാത്രം വർദ്ധിക്കുമെന്നാണ്. അതിന് ഒരു പരിധിവരെ നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനം, ഇന്നത്തെ മൊബൈൽ ഫോൺ, ഇന്നത്തെ ചാറ്റിംഗ്, ഇന്നത്തെ വീഡിയോ കോൺഫറൻസിംഗ്, അതുപോലെ ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ അതിന് കാരണം ആയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും അല്ലേ? അതിന് മറ്റൊരു ഹദീസ് കൂടെയുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ ലക്ഷണം പറയുന്നിടത്ത് 3 കാര്യങ്ങൾ അടുപ്പിച്ച് പറഞ്ഞു. 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുപ്പിച്ച് പറഞ്ഞത്. ഒന്ന്, സുഹൃത്തുക്കൾ വർദ്ധിക്കുക എന്നാണ്. ഈ ഹദീസ് കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരിക, ഇവ ഇന്ത്യയുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പൊയ്മുഖം, അത് യഥാർത്ഥത്തിൽ മുഖമല്ല, മുഖപുസ്തകമല്ല, പൊയ്മുഖമാണ്. വലിയ ആളുകൾ വ്യാജ ഐഡികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഗതിയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് നല്ല കാര്യം നടക്കുന്നുണ്ട്, നല്ല ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്. ഞാൻ അതിനെ എതിർക്കുകയില്ല. പോസിറ്റീവ് നമ്മൾ അംഗീകരിക്കണം, ഓൾ ടു ബി അപ്രീഷിയേറ്റഡ്. പക്ഷേ വിഷയം അതല്ല. ഇന്ന് സോമ പോലെയുള്ള വീഡിയോ ചാറ്റിംഗ് ആരംഭിച്ചു. നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് ടാബ്ലറ്റ് ആണ്, എല്ലാവർക്കും ഐഡി ഉണ്ട്. മൊബൈൽ ഫോൺ നമ്പർ പോലും ആവശ്യമില്ലാതെ ഇന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിവലാ വല്ലമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ വതുല്ലിമ ലിഗൈരി ദീൻ വഅതാ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖ്സാ അബാ. 3 കാര്യങ്ങളാ പറഞ്ഞത്. ഉമ്മയെ ബുദ്ധിമുട്ടാക്കുന്ന മക്കൾ, അതിനാ സദീഖഹു സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും ചെയ്യും അവർ. വഅഖ്സാ അബാ ബാപ്പയെ ചവിട്ടി പുറത്താക്കും അവർ. ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കി നിങ്ങൾ. ഒന്ന്, ബാപ്പാനെ ചവിട്ടി പുറത്താക്കും വീട്ടിൽ ബാപ്പക്ക് സ്ഥാനമില്ല. അതുപോലെ സ്വന്തം സ്നേഹിതന്മാർക്കാണ് സ്ഥാനം. അതിനാ സദീഖഹു സ്നേഹിതന്മാരെ അടുപ്പിക്കുകയാണ്. ഇവിടെയും നമുക്ക് ഒരുപാട് ലൈക്ക് കിട്ടിയാൽ, ഒരുപാട് ഫ്രണ്ട്സ് ലിസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടാൽ, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ പ്രത്യക്ഷപ്പെട്ടാൽ, അത് വലിയ ഒരു അഭിമാന കാര്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. അതൊരു വലിയ അഭിമാനമാണോ പ്രിയപ്പെട്ടവരെ? ഫേസ്ബുക്കിൽ ഒരുപാട് ലൈക്ക് കിട്ടിയെന്ന് പറയുന്നത് ഇത്ര വലിയ അഭിമാനമാണ്. അതിന് എത്ര വലിയ അഭിമാനം! അതിനാ സദീഖ, ഫ്രണ്ട്സിനെ അടുപ്പിക്കും, ഖിയാമത്തിന്റെ ലക്ഷണമാണ്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യമാണ് നമ്മുടെ വിഷയം. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഫർഖിബൂ عند ذلك ريحا حمراء وزلزلة وخسفا ومسخا وقذفا آيات تتابع كنظام بال قطع صلحه فتتابع شفيعنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഈ ലക്ഷണമെല്ലാം പ്രത്യക്ഷമായാൽ ഇതിലേതെങ്കിലും ഇനി പ്രകടമാകാൻ ബാക്കിയുണ്ടോ? നേരത്തെ പറഞ്ഞതല്ലേ, സ്ത്രീകൾ വേദി കൈയടക്കുന്നതിനെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വല്ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. ടെലിവിഷൻ ആങ്കേഴ്സ് ഇന്ന് അധികം സ്ത്രീകളാണ്. ടെലിവിഷൻ പ്രോഗ്രാം ആങ്കറിംഗ് ചെയ്യുന്നവർ സ്ത്രീകളാണ്.
അതുപോലെ തന്നെ സ്ത്രീകളുടെ ഡാൻസ് പാട്ട് മറ്റു വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി ഇണക്കി പറഞ്ഞിട്ട് അവസാനം നമ്മളോട് പറയുന്ന വാക്ക് നോക്കണം, അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം സഹോദരാ, അതുകൊണ്ട് പ്രതീക്ഷിക്കണം സഹോദരി. ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ പ്രകടമായാൽ എന്തിനെ പ്രതീക്ഷിക്കണം? റീഹൻ ഹമറാ, ഭയങ്കരം കൊടുങ്കാറ്റിനെ, ഗംഭീരമായ കൊടുങ്കാറ്റ്. അത്രീനാന്നായിരിക്കും ചിലപ്പോ പേരിടുക. പേര് പല പേരുകളാ വരുന്നത്, പേരല്ല പ്രശ്നം, ഈ സംഗതി വരും. റീഹൻ ഹമറാ. പിന്നെ പറയുന്നതാണ് സൽസല. നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഇല്ല. 99-ാമത്തെ അധ്യായമാണ് അസ്സൽസല. അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ഇവിടെ അസ്ആൽ എന്നൊരു പദം അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പദമാണ്. അസ്ആൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരം എന്നാണ് അതിന്റെ അർത്ഥം. എന്ത് ഭാരം? എന്താണ് ഭൂമി പുറത്തേക്ക് തള്ളുന്ന ഭാരം? അഖറജത്തിൽ അർളു അസ്ഖാലഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അസ്ഖാൽ ശിഖലിന്റെ ജമ്മല്ലേ അസ്ഖാൽ, ഭാരങ്ങൾ. ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാരം സൂര്യനല്ല, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാരം ചന്ദ്രനല്ല, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാരം വ്യാഴമെന്ന ഗ്രഹമല്ല, അതുപോലെ ശുക്രനല്ല, യുറാനസല്ല, നെപ്റ്റ്യൂണല്ല, പ്ലൂട്ടോയല്ല, ചൊവ്വയല്ല, അതൊന്നുമല്ല. ഏറ്റവും വലിയ ഭാരമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യരാണ്, ജിന്ന് വർഗമാണ്. ഏറ്റവും വലിയ ഭാരം അവരാണ്. അത് സകലൻ, അത് വലിയ സിക്കലാണ്. എന്താ ഭാരം എന്ന് പറയാൻ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ ആലം ദുനിയാവിൽ ഏറ്റവും വലിയ ഭാരം അവന് പാരയായി നടക്കുന്നവരാണ്, അവനെ പറഞ്ഞു കേൾക്കാതെ നടക്കുന്നവരാണ്. അവനെ പറഞ്ഞു കേൾക്കാതെ നടക്കുമ്പോൾ ഭാരമല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം കാന യജ്ലിസു ഫീ സൗമഅതിഹി, തന്റെ ഭജനം ഇരിക്കുന്ന സ്ഥലത്ത് താൻ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല മുകാശഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചുവന്ന പുഴുവിനെ കാണാനിടയായി. ചുവന്ന പുഴു. ഒരു പുഴു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കാനും കാണാനും തീരെ താല്പര്യമില്ലാത്ത ഒരു ജീവിയാണ്. ആ പുഴു ഇങ്ങനെ ചുവന്ന പുഴുവാണ്. ദൂതത്തുൻ ഹമറാ, ഒരു ചുവന്ന പുഴുവാണ് മഹാനവറുകൾ കണ്ടത്. ആ പുഴുവിനെ കണ്ടപാടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അറിയാതെ പറഞ്ഞു പോയൊരു വാക്കുണ്ട്, ലിമ ഖലഖത ഹാദിഹി ദൂദത യാ അല്ലാഹ്. പടച്ച തമ്പുരാനെ, എന്തിനാണ് ഈ പുഴുവെ നീ പടച്ചത്? ഈ പുഴുവിനെ നീ പടച്ചത് എന്തിനു വേണ്ടിയാണ് റബ്ബേ? ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ മറുപടി, ദാവൂദ് നബിയുടെ ചോദ്യത്തിന് മറുപടി അല്ലാഹു അല്ല കൊടുക്കുന്നത്. ഫതകല്ലമ, ആ പുഴു തന്നെ സംസാരിക്കുകയാണ്. ഫതകല്ലമ, ആ പുഴു തന്നെ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നതെന്നറിയണോ? അനദൂദത്തുൻ, ഞാനൊരു പുഴുവാണ്, പക്ഷേ അല്ലാഹുവിന്റെ പടച്ചത് അൽഹവനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ പകലിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 1000 വട്ടം ചൊല്ലാനാണ്. 1000 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലാനാണ് അല്ലാഹു എന്നെ പഠിച്ചിരിക്കുന്നത്. എന്തിനാ എന്റെ പേരിൽ വെറുതെ അസൂയ വെക്കുന്നത്? സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം പകച്ചു പോവുകയാണ്. പിന്നെ പറഞ്ഞു, അൽഹമനി റബ്ബി ഫീ ലയാലി, എന്റെ രാത്രികളിൽ അല്ലാഹു എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്വലാത്ത് ചൊല്ലാനാണ്.
اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم എന്ന സ്വലാത്ത് 1000 വട്ടം ചൊല്ലണം രാത്രിയിൽ എനിക്ക് മുടങ്ങാതെ. അതിനുവേണ്ടിയാ അല്ലാഹു എന്നെ പടച്ചത്. അറിയോ ദാവൂദേ, യാ നബി അല്ലാഹി ദാവൂദ്. ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോ ദാവൂദ് നബി മക്ക കരഞ്ഞുപോയി, തേങ്ങി കരഞ്ഞുപോയി സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. എന്താ കാരണം? ഒരു പുഴു അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ ഒന്നുപോലും അല്ലാഹുവിനെ മറക്കുന്നില്ല. അല്ലാഹു പറയുന്നത് പോലെ ജീവിതം നയിക്കുകയാണ് അവന്റെ കൽപ്പനയനുസരിച്ച്. ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനോ അവൻ അല്ലാഹുവിനെ അനുസരിക്കാൻ ടൈമില്ല. അതുകൊണ്ട് അവൻ ഭാരമാണ്, അവൻ ഭൂമിക്ക് ഭാരം തന്നെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മറ്റൊരു ഹദീസ്, ലാ തഖ്തുലുൽ ലഫാദിഅ, തവളകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഫഇന്ന നഈഖഹുന്ന തസ്ബീഹി, കാരണം തവളകളുടെ ഒച്ച പോക്രോം പോക്രോം എന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് തസ്ബീഹ, ഒറിജിനൽ തസ്ബീഹ. അതുകൊണ്ട് നിങ്ങൾ തവളകളെ കൊല്ലരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിയുള്ള തൻചേടമുള്ള അഖലുള്ള 24 മണിക്കൂറും ആലോചിച്ചിരിക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ട് എന്താ നമ്മുടെ അവസ്ഥ? നാളെ ഓതേണ്ട സൂറത്തിന്റെ പേര് എന്താണ് സബ്ബിഹ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? ഈ ഖുർആൻ ഇറങ്ങുന്നത് മനുഷ്യന്മാരിലേക്ക്. നാളെ വെള്ളിയാഴ്ച ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ പെണ്ണുങ്ങൾ വിചാരിച്ച് ഞാനിപ്പോ എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് സബ്ബീസ്മ ചോദിച്ചു, പെൺകുട്ടികൾക്ക് ആകെ അറിയാവുന്നവർ 2 കുട്ടികളാണ്. 40-40 കുട്ടികളിൽ ഒരു ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ അറിയുന്നവർ 2 കുട്ടികൾ. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അപ്പൊ അവര് പറയുന്നത് സബ്ബീസ്മ അത്ര വലിയ മഹത്വമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വാക്യാണ്. സുബ്ഹാനല്ലാഹ്. സബ്ബീസ്മ എല്ലാ വെള്ളിയാഴ്ചയിലും സുബീക്കും എല്ലാ വ്യാഴാഴ്ച മഗ്രിബ് ഇശാക്കും ഓതേണ്ട സൂറത്താണ് സബ്ബിഹിസ്മിയും ഹൽ അതാക സൂറത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ അതിൽ പറയുന്നത്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, പരമോന്നതനായ അല്ലാഹുവിനെ നീ വാഴ്ത്തണം. അല്ലാഹുവിനെ നീ വാഴ്ത്തണമെന്ന് മലക്കിനോടല്ല അല്ലാഹു പറയുന്നത്, ജിന്നിനോടാണ്, മനുഷ്യനോടാണ്. ഖുർആന് മനുഷ്യനിലേക്കുള്ള കൽപ്പനയാണ്, ഖുർആന് ജിന്നിലേക്കുള്ള കൽപ്പനയാണ്. ഈ ഖുർആൻ സകലൈനിന്റെ മേൽ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ സബ്ബിഹ്. കാരണം മലക്കളോട് പറയേണ്ട ആവശ്യമില്ല. തുസബ്ബിഹു ലഹു സമാവാതു സബു, ആകാശത്തോട് പറയേണ്ട ആവശ്യമില്ല, ആകാശം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു, മലായികത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയൊക്കെ മലായികത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരോട് പറയേണ്ട ആവശ്യമില്ല. ഭാരം നിങ്ങളാണ് മനുഷ്യരെ. എന്തൊരു അരപ്പന്മാരാ നിങ്ങൾ. അള്ളാഹ് പറയുന്നത് കേൾക്കാതെ നടന്നാൽ ഈ ഭൂമിക്ക് ഭാരം തന്നെയല്ലേ നിങ്ങൾ. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. പടച്ചോൻ നമുക്ക് ബോധം നൽകുമാറാവട്ടെ. 24 മണിക്കൂറിൽ എത്ര മണിക്കൂറാണ് അള്ളാഹു തആല നിസ്കരിക്കാനുള്ള സമയത്തിന്റെ ആ റക്അത്തുകളുടെ എണ്ണം ഒന്ന് ക്രമീകരിച്ച് നോക്കി. 24 മണിക്കൂറിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു ദിവസം 24 hours. ഈ 24 മണിക്കൂറിൽ നിന്ന് എത്ര മണിക്കൂർ ഉറങ്ങണം? ചിലർ പറയും 6 മണിക്കൂർ, ചിലർ പറയും 8 മണിക്കൂർ. ഇതൊക്കെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ ഇങ്ങനെയൊക്കെ അഭിപ്രായം. നമുക്ക് അഫ്ളലുൽ ഉമൂരി ഔസതുഹ, കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് അതിന്റെ മധ്യനില. 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് ഡോക്ടേഴ്സ് പറയുമ്പോ നമുക്ക് 6 വേണ്ട 8 വേണ്ട, ഏത് പിടിക്കാം? 7 പിടിക്കാം. അത് വെച്ച് 24 മൈനസ് ചെയ്ത് നോക്കൂ. 24 മൈനസ് 7 ഈക്വൽ ടു 17. എന്താ 17ന്റെ പ്രത്യേകത? 17ന്റെ പ്രത്യേകത സുബ്ഹി 2 റക്അത്ത്, ളുഹർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശ 4 റക്അത്ത്, ടോട്ടൽ 17. അള്ളാഹു അഖലും ബോധം നമുക്ക് നൽകിയത് 24 മണിക്കൂറിൽ 17 മണിക്കൂറാണ്. ഈ 17 മണിക്കൂറിൽ 17 വട്ടം അള്ളാഹു തആല എന്ത് പറയുന്നുണ്ട്? ഫാത്തിഹ ഓതാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്നുണ്ട്. എന്താ ഫാത്തിഹയിൽ വിഷയം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹു നേരാം വഴി. ബഹുമാനപ്പെട്ട അലി കൂഫി തങ്ങൾ പാപ്പാന്റെ വഴി, അതുപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ വഴി അല്ലാഹു തആല നമ്മളെ വഴി നടത്തുമാറാകട്ടെ. അതാ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഫീമാ അൻത മിൻ ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ.
كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്തിന്റെ സംഭവങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നബിയെ നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് പറയുന്നതോ കഅന്നഹും യൗമ യറൗനഹാ, ആ ഖിയാമത്തിനാൾ അവർ കണ്ടുമുട്ടുന്ന നേരം നബിയേ كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഒരു പകൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം മാത്രമേ ദുനിയാവിൽ അവർ തങ്ങിയിട്ടുള്ളൂ എന്നവർക്ക് തോന്നുന്ന മാത്രമേ അത്രക്കും ചുരുങ്ങിയതായി അവർക്ക് ദുനിയാവിന്റെ ജീവിതത്തെ തോന്നുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പോകാൻ തുടങ്ങിയാവണം. പോകുമെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. ബഹുമാനപ്പെട്ട വലിയ മഹാനാണ്, വലിയ മഹാനാണ്, പെരുത്ത് മഹാനാണ്. ദാറുൽ ഹുദാ ഇസ്ലാമിക് മഹാന്റെ ആണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായത്. ബഹുമാനപ്പെട്ടവർ വെള്ളിയാഴ്ച ദിവസം ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന് ആ തലക്ക് ഇങ്ങനെ മുട്ട അടിച്ചിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ വരുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, അന്ന് ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാനിങ്ങനെ കണ്ണിൽ കാണാൻ. അന്ന് വന്ന് ജുമാ നമസ്കാരാനന്തരം എണീറ്റ് നിന്ന് ഒരുപാട് وجلت منها القلوب وذرفت منها العيون وذرفت منها العيون كأنها موعظة مودع. യാത്ര പറയുന്നവന്റെ വികാരം പ്രകടമാകുന്ന വിധം അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞങ്ങൾക്ക് കേൾക്കാനിടയായി. പിറ്റേന്ന് മരിക്കാം, ലോകത്തോട് വിട പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് ലോകത്തോട് വിട പറയുന്നതിന്റെ തലേന്ന് വെള്ളിയാഴ്ച ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. വെള്ളിയാഴ്ച വന്നതിന് ശേഷം ജുമാ നമസ്കാരാനന്തരം ഞങ്ങൾ ഒരുപാട് ഉപദേശിച്ചു. ദാറുൽ ഹുദയുടെ നിർമ്മാണത്തിന് വേണ്ടി അവിടെ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കല്ലുകള്, ജെല്ലി പീസുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാറുണ്ട്. ചെറിയ മക്കളാണ്. അതിനൊക്കെ ഭീകരമായ വിധത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പേടിപ്പെടുത്തും വിധത്തിലുള്ള ഉഹർവിയായ ഉപദേശം നൽകി. അന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയുണ്ട്, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദുണ്ട്. ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഹാജിയാർ ഒരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി നബ്ബറല്ലാഹു മർഖദഹു, അല്ലാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കട്ടെ, അവരുടെ കൂടെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബാപ്പുട്ടി ഹാജി ചോദിച്ചു, എന്താ ഇത് റസൂലേ കുറച്ച് അധികം തിന്നണമെന്ന്. എന്താ കുറച്ച് അധികം തിന്നുന്നു? കാരണം ഇത് റസൂലേ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. എന്തേന്ന് ചോദിച്ചു. എടുത്ത പാടെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന അപ്പൊ തന്നെ മറുപടിയാണ്. അതിനെന്താ ആചാര്യ, ഇതൊക്കെ നാളെ ആ ഇടത്തെ കൈ പ്രിയ അതിങ്ങനെ പള്ളമ്മൽ വെച്ചിട്ട് പറഞ്ഞു, അതിനിതൊക്കെ നാളെ ഖബറിലെ പുഴുക്കുള്ളതല്ലേ, നാളെ ഖബറിലെ പുഴുക്കൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ ഇദ്രീസ് ഉസ്താദിന്റെ വാക്ക്. ഇതൊക്കെ നാളെ ഖബറിലെ പുഴുക്കുള്ളതാണ്. നമ്മുടെ നേതാക്കന്മാർ ഈ കോലത്തിലല്ലേ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മളെ നേതാക്കന്മാർ, സംസ്ഥയുടെ അലിമീങ്ങൾ, അരിഫീങ്ങൾ, ഇവരൊക്കെ നേരത്തെ തന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി പോയ ആളുകളാണ്. അല്ലേ നമുക്ക് വേണ്ടത്? അതൊക്കെ നാളെ ഖബറിലെ പുഴുക്കുള്ളതല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിന്റെ മോൻ ബഹുമാനപ്പെട്ട തൊയ്യിബ് ഫൈളി, അദ്ദേഹത്തിന്റെ 2 ചെറിയ മക്കളുണ്ട്. അന്ന് ഉസ്താദ് മരിക്കണേന്റെ, ഉസ്താദ് വഫാത്താകണേന്റെ അന്ന് തലേന്ന്, അതായത് വെള്ളിയാഴ്ച രാവിലെ അതിങ്ങനെ നഖമൊക്കെ വെട്ടി, നഖമൊക്കെ സുന്നത്തായ രീതിയിൽ വെട്ടുള്ളൂ. ചുണ്ട് വിരലിൽ നിന്ന് തുടങ്ങി പിന്നെ ഈ വിരൽ, പിന്നെ ഈ വിരൽ, പിന്നെ ഈ വിരൽ, പിന്നെ തള്ളവിരൽ, പിന്നെ ചെറുവിരലിൽ തുടങ്ങി പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ തള്ളവിരൽ. അങ്ങനെ വെട്ടേണ്ട നഖത്തിന്റെ ആ കഷ്ണങ്ങൾ, നഖം വെട്ടിയതൊക്കെ ഒരു ചെറിയ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ 2 ചെറിയ മക്കളെയും കൂട്ടി സയ്യിദ് ഉസ്താദ് പുറത്തേക്ക് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. കയ്യിൽ ഒരു ചെറിയ കൊള്ളി കയ്യിൽ കരുതി. എന്തിനാണ്? ആ മൂലക്കൽ അവിടെ കുഴി കുത്താൻ.
കുഴി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് ഈ മക്കളെ പേരമക്കളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ മകന്റെ മക്കളാണ്, ത്വയ്യിബ് ഫൈസിയുടെ മക്കളാണ്. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഉസ്താദ് ആ ചെറിയ ഇളം മുഖത്തേക്ക്, ആ കുട്ടികളുടെ ഇളം മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ആ ഏതാണ്ട് ചെറിയ കുയ്യങ്ങട്ട് കുത്തിയിട്ട് ആ കയ്യിലുള്ള നഖം അതിലേക്ക് ഇട്ടതിന് ശേഷം മണ്ണിടാണ്. മണ്ണിടുമ്പം പറഞ്ഞൊരു വാക്കുണ്ട്, ത്വയ്യിബ് ഫൈസി ഉസ്താദിനോട് നേരിട്ട് പറഞ്ഞു, കണ്ണെന്ന് വെള്ളമൊലിക്കുന്ന രീതിയിൽ ത്വയ്യിബ് ഫൈസി പറഞ്ഞു. അന്ന് ബാപ്പ മക്കളോട് പറഞ്ഞു, മക്കൾ ഇപ്പോഴും ഓർമ്മിക്കും, വെൽപ്പായി അന്ന് ചെറിയ മക്കളാകുമ്പോ ഏറ്റങ്ങളോട് പറഞ്ഞു, ബാപ്പാപ്പാനെ ഇതേമാതിരി ആൾക്കാർ നാളെ കുഴിച്ചിടുട്ടോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് മരിക്കുകയാണ്, പിറ്റേന്ന് വഫാത്താവുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. വല്യാപ്പാൻ ഇതേമാതിരി ആൾക്കാരെ മണ്ണിന്റെ ഉള്ളിലാക്കി കുഴിച്ചിടുട്ടോ. പിറ്റേന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഈ ബോധമുള്ളവർ അടുക്കളയിലേക്ക് ഇടക്കിടക്ക് വരും, അടുക്കളയ്ക്ക് ഇടക്കിടക്ക് വരും. എന്നിട്ട് ഇങ്ങനെ ചുണ്ടത്തൊക്കെ നോക്കും, ചുണ്ടിലേക്ക് ഭാര്യന്റെ അതുപോലെ പേരമക്കളെ ചുണ്ടുമൊക്കെ ഇങ്ങനെ നോക്കും. 2 പേരമക്കളുണ്ട്. എന്നിട്ട് അവിടെ എന്തിനാ വെറുതെ ഇരിക്കണം, എന്തെങ്കിലും ആഹാരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളി, വെറുതെ തൊള്ള ഫ്രീ അല്ലേ, ഇന്ന് ദിക്റല്ലിക്കൂടി. ഇതിനെങ്ങനെ അടുക്ക, നിങ്ങൾ ഏതാനും ചോറ് ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ഏതാനും അരി തീമലിടാണ്, നിങ്ങൾ ഏതാനും മീൻ മുറിച്ചാണ്, എന്താ സമയത്ത് ചൊല്ലണേൽ തൊള്ള ഫ്രീ അല്ലേ, ചൊല്ലിക്കോളി, ആഹാരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കില്ല, എന്താ നമ്മളൊക്കെ ഉണ്ടാക്കിയത് എന്നും ചോദിച്ച് ഇടക്കിടക്ക് അടുക്കളയിലേക്ക് വരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സഈദ് റോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മഖദഹു. അവിടെ കണ്ടമാനം ഒരു NP ലോറിന്റെ ഏതാണ്ട് അത്രത്തും വലിയൊരു ലോറിയിൽ അവിടെ എന്താക്കാണ് നിറച്ച് പിന്നെ ബർഗറിറക്കി. വലിയ NP ലോർ എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പത്തിലുള്ള ലോഡ് ഇറക്കി. ഭാര്യ ചോദിച്ചു, ഇതിപ്പോ ഒരു കൊല്ലത്തേക്ക് കത്തിക്കാനുള്ള ബർഗറിനാട്ടി അപ്പുറം ഉണ്ടല്ലോ, നമ്മൾ ഇന്നവരെ ഇങ്ങനെ ബർഗർ ഇറക്കിയിട്ടില്ലല്ലോ. ഭാര്യന്റെ ചോദ്യത്തിന് മറുപടി അപ്പം തന്നെ, അതിനാവശ്യം വരും, നീ അതിനാവശ്യം വരും, വേറൊന്നും പറഞ്ഞു, അതിനാവശ്യം വരും എന്ന് പറഞ്ഞു. ഇത്രയും കാലമായി നമ്മൾ ഇങ്ങനെയുള്ള വിറകിന്റെ ലോഡ് ഇറക്കിയിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യം വരും, അതിനാവശ്യം വരും. ഉസ്താദ് അന്ന് രാത്രി വഫാത്തായി, ശനിയാഴ്ച രാത്രിയാണ് വഫാത്താവുന്നത്. ദാറുൽ ഹുദയിൽ വെള്ളിയാഴ്ച പോയതാണ്, പിറ്റേന്ന് ശനിയാഴ്ച രാത്രി വഫാത്തായി. ഉസ്താദ് അവരുകൾ ആ ജനാസ കാണാൻ അന്ന് പത്രങ്ങളൊന്നും റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പോലും 10,000-കണക്കായ ആളുകൾ ആ ജനാസ കാണാൻ തിക്കും തിരക്കുമുണ്ടാക്കി അവിടെ വന്നപ്പോൾ അവർക്ക് കട്ടൻ ചായ വെച്ച് വിളമ്പാൻ തലേന്ന് ഇറക്കിയ ഈ ലോഡ് വിറകുകൾ അതിനു വേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. അതിനാവശ്യം വരും, പറഞ്ഞില്ല, ആവശ്യം വരും. ചോദിച്ചു, ഉസ്താദ് ഏറ്റവും കൂടുതൽ വാപ്പ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അമൽ എന്താണ്? അവരുടെ ദിക്ർ തൊള്ളേന്ന് മുറിയണ സമയം ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു തആല അലീൽ കുഫി തങ്ങൾ പാപ്പാന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളീ പറയണത്, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളും പലരും ഉണ്ടല്ലോ, നമ്മളൊക്കെ തെറ്റുകളിലേക്ക് പലപ്പോഴും പോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ നാവിൻ തുമ്പത്തിൽ നിന്ന് പോകാതെ മുറിയാതെ അല്ലാഹുവിനെ ഓർമ്മിക്കണം എന്ന് പഠിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ്. അത് ജീവിതത്തിൽ നമുക്ക് കാട്ടിത്തന്നവരാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയങ്കരയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് പറഞ്ഞ പൊന്നുമോള, ആ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഓർമ്മയില്ലേ, യാ ഫാത്തിമ, എന്റെ മോള് ജീവിതത്തിൽ മറക്കാതെ ചൊല്ലണേ. എന്റെ മോള് എന്നാൽ തെറ്റുകുറ്റങ്ങളിലേക്ക് ഒരിക്കലും പോവില്ല. അതുകൊണ്ട് എന്റെ മോള് ഞാൻ ഈ പറയുന്നത് മറക്കാതെ രാവിലെ സുബഹി നമസ്കാരത്തിന്റെ ശേഷവും അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷവും എന്റെ മോള് മറക്കാതെ പറയണേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ومن عذابك أستجير فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين.
നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ശേഷം ഒരു ആയത്തുൽ കുർസിയൊക്കെ ചൊല്ലി പിന്നെ നമ്മൾ പറയാം അല്ലാഹുവിനോട് വളരെ ഗൗരവമായിട്ട് സുബഹിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പുണ്യ നബി ഫാത്തിമ ബീവിനെ പഠിപ്പിച്ച ദിക്റാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. നമുക്ക് ഒരുമിച്ച് 2-3 വട്ടം പറഞ്ഞു അല്ലാഹു യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ വമിൻ അദാബിക അസ്തജീർ فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين عين طرفة عين. يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. الله നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആലിമീങ്ങളുടെ എല്ലാവരുടെ വഫാത്തും ഇങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ക്ഷണിതനാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നേതൃപദവിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ട്രഷറർ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പാന്റെ മുമ്പ് കേരളത്തിൽ നമുക്കെല്ലാവർക്കും വലിയ നേതാവായി സമസ്തയുടെ അജയ്യനായ ട്രഷററായി ഖജാൻജിയായി നമ്മളെ നയിച്ച ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ അറിയാത്ത ആരും ഉണ്ടാവില്ല. ആ വഫാത്തിന്റെ സന്ദർഭമായപ്പോ മഹാനവറുകൾ നിങ്ങൾ ആലോചിച്ചു എന്തുണ്ടായെന്നറിയാം. ഞാൻ തന്റെ മകനോട് നേരിട്ട് നരിക്കുനിയിൽ പ്രഭാഷണം നടത്തുമ്പോൾ താൻ തന്റെ മകനോട് ചോദിച്ചു. പലരും ബാപ്പായുടെ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൃത്യമായി ബാപ്പാന്റെ മരണം എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആൺമക്കളെല്ലാരും ബാപ്പ ഫോണിൽ വിളിച്ചു മരിക്കാൻ പോവുകയാണ്, ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ആ സന്ദർഭം ബാപ്പ ഞങ്ങളെല്ലാം ഫോണിൽ വിളിച്ചു വരുത്തി. ഇവിടേക്ക് കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ ഇഖ്റ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെല്ലാരും വിളിച്ചു വരുത്തി. ഞങ്ങൾ ആൺകുട്ടികളല്ല, ഒരാളില്ല, മോന് കൈറോയിലാണ്, ഈജിപ്തിൽ PhDക്ക് വേണ്ടി പോയ ഒരു മകൻ ഒഴികെ ബാക്കി എല്ലാ മക്കൾ ഞങ്ങൾ മൗലവിമാരെ മക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി. ബാപ്പ എന്നിട്ട് ബാപ്പാന്റെ ചുറ്റും ഇങ്ങനെ ഇരുത്തി. നിങ്ങൾ ആലോചിക്കാൻ മരിക്കണം, റാഹത്തിൽ യാത്ര പറയാൻ വിളിച്ചതാ. ഇത് ദുബായിക്ക് പോവല്ല, സൗദിക്ക് പോവല്ല, ഇത് ഖത്തറിലേക്ക് ബിസിനസിന് വേണ്ടി പോവുകയല്ല, മണ്ണറയിലേക്കുള്ള യാത്രയാണ്, കൂരാക്കൂരിലേക്കുള്ള യാത്രയാണ്, പുഴുക്കളുടെ ലോകത്തിലേക്കുള്ള യാത്രയാണ്, ഏകാന്തതയുടെ ലോകത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലാണ് എന്റെ വാപ്പൊരു നോട്ടം, ഒരു തല മുതൽ മറ്റേ തല എങ്ങനെ നോക്കുക, മക്കളെങ്ങനെ നോക്കുക. സുഖം തന്നെയല്ലേ? വലിയ മോനോട് റാഹത്തല്ലേ? സുഖല്ലേ? ഭാര്യ പെമ്മക്കൾ ആവശ്യമില്ല, കാരണം അവരെ ഭർത്താക്കന്മാരുടെ തിരക്കുണ്ടാവും വിചാരിച്ചിട്ടായിരിക്കും പെമ്മക്കളെ വിളിച്ചിട്ടില്ല. ആൺമക്കളെ മുഴുവൻ വിളിച്ചു. അവരോടൊക്കെ പറഞ്ഞു റാഹത്തന്നല്ലേ, പപ്പന്റെ മക്കൾക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ശ്വാസ തടസ്സം വന്നു. അപ്പൊ തന്നെ ഒക്കെ പെട്ടെന്നാണ് എല്ലാരും വിളിച്ചു വരിച്ചൊക്കെ റാഹത്താന് ശേഷം പിന്നെ ശ്വാസ തടസ്സം. അപ്പൊ അങ്ങനെ കുരക്കുമ്പോ തൊട്ടപ്പുറത്ത് റൂമിൽ നിന്ന് ഭയങ്കര കുര. അപ്പൊ പറഞ്ഞു, ഓ ബാപ്പാനെക്കാട്ടും വലിയ കുരക്കാരൻ, എന്നെക്കാട്ടും വലിയ കുരക്കാരൻ അവിടെ ഉണ്ടാവും, ഭയങ്കര കുരയല്ലേ, എന്നെക്കാളും നന്നായിട്ട് കുരക്കണവൻ അപ്പുറത്തുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഒരു ഭയങ്കര കുര കുരക്കണം. ആ സമയത്ത് അത് പറഞ്ഞ ശേഷം ഒന്നും ഉണ്ടാക്കി കിബിലയിലേക്ക് തിരിഞ്ഞു കിടന്ന് ഉറക്കെ നല്ല വെള്ളം കുടിച്ച്, വെള്ളം കുറച്ച് മിനറൽ വാട്ടറൊക്കെ ചോദിച്ചു. പിന്നെ 3 കലിമയാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്ത് തൗഹീദ് ഉച്ചത്തിലങ്ങ് ഉച്ചരിച്ചതിന്റെ ശേഷം എന്റെ മകൻ തന്നെ എന്നോട് നേരിട്ട് പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചില്ല വാപ്പ മരിക്കുകയാണെന്ന്, പക്ഷേ ഡോക്ടർ വന്ന് പരിശോധന നടത്തിയിട്ട് പറഞ്ഞു വാപ്പ മരിച്ചിട്ട് 2 മിനിറ്റായി.
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ റാഹത്തിലുള്ള ജീവിതം നയിക്കുന്നവർക്ക് റാഹത്തിലുള്ള മരണം ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല നമ്മുടെ ജീവിത റാഹത്തിലാക്കി തരട്ടെ. വലിയ വിഷയമാണ്. ആഖിബത്ത് നന്നായിട്ട് മരിക്കണം അല്ലേ? അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തിന്റെ സമയത്ത് എല്ലാവരും വിളിച്ചു കൂട്ടി. നമ്മൾ ഖിയാമത്ത് നാൾ സംഭവിക്കും, നമ്മൾ തന്നെ മരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷേ അവനവന്റെ ഖിയാമത്തിനാളെന്ന് പറഞ്ഞാൽ അവനവന്റെ മരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അവനവന്റെ മരണം അവനവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായിരിക്കും എന്നും ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മാഇദ സൂറത്തിലെ ആലി ഇംറാൻ സൂറത്തിന്റെ 169ാമത്തെ ആയത്ത് ഓതാൻ വേണ്ടി പറയാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി, തന്റെ കുടുംബക്കാരും കൂട്ടുകുടുംബങ്ങളെ എല്ലാവരെയും തലേന്ന് ഒരുമിച്ച് കൂട്ടുകയാണ്. കാരണം നാളെ മരിക്കാൻ പോവാൻ. വെള്ളിയാഴ്ച ലോകത്തോട് വിട പറയുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനതിന് മരിക്കാൻ പോവാം, ഖുർആന് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു, വഫാത്താവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ എടുക്കണം, ഖുർആൻ എടുക്കണം. ആല ഇംറാൻ സൂറത്തിന്റെ 169ാമത്തെ ആയത്ത് മുതൽ ഓതണം. എല്ലാവരും ഇങ്ങനെ ഓതി. ഇമാം ശാഫിഈ തങ്ങളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി, കണ്ണുകൾ ഒലിക്കാൻ തുടങ്ങി. അവിടുന്ന് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ കുറിച്ചാണ്. ആല ഇംറാൻ സൂറത്തിന്റെ 169 മുതൽ ബദരീങ്ങളെ മഹത്താ പറയുന്നു. അതിങ്ങനെ കേട്ടിട്ട് കണ്ണെന്നിങ്ങനെ വെള്ളം വന്ന്, ആ കണ്ണെന്നിങ്ങനെ വെള്ളം വന്നോണ്ട് മൂപ്പരെന്തായി കലിമ ചൊല്ലി. ഓരോ ആയത്ത് അവസാനിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു പറഞ്ഞ് അവസാനത്തെ ആ ഖുർആനിലെ ആല ഇംറാന്റെ അവസാനത്തെ വചനവും ഓതി തീരലോടുകൂടി ബഹുമാനപ്പെട്ട തന്റെ ശിഷ്യന്മാർ അത് ഓതുന്നു. ഇമാം ശാഫിഈ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്നു, ഈ ലോകത്തോട് വിട പറയുന്നു. അല്ലാഹു അങ്ങനെയുള്ള വഫാത്ത് മരണം നല്ല നല്ല അല്ലാഹു നമുക്ക് നൽകട്ടെ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മഹാന്മാരോടുള്ള ബന്ധമാണ്. അതുപോലെ മഹത്തുക്കളായ ആളുകളോടുള്ള നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. അലിയിൽ കുട്ടി തങ്ങൾ പാപ്പ ഈ നാടിന്റെ ഐശ്വര്യമാണ്, നമുക്കെല്ലാവർക്കും അത്താണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി പെരുമാറാകട്ടെ. മഹാനുഭാവന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ മാഫാക്കി തീർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് പേര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത്, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞ ലിസ്റ്റ് അത് വായിച്ച് ദ്വാരുന്ന ഉടൻ തന്നെ നമ്മൾ പിരിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പെരിയലും അവന്റെ നിലയിലായി പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാവട്ടെ. വയറുവേദന പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഷബീബ് വടകര, വയറുവേദന വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയ വടകര ഷബീബ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം. അല്ലാഹു തആല ആ സഹോദരന്റെ അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിന്റെ കൂലി പറഞ്ഞെടുത്ത് മുബത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വയറിന് അസുഖമായി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു കൂലി ആ സഹോദരനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ, അല്ലാഹു തആല ആ സഹോദരനും സഹോദരിക്കും സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനായി സഹോദരൻ റബ്ബ് തആല ആ സഹോദരന്റെ സംഭാവന കബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയ ഉമ്മയുടെ പരലോക ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, അതുപോലെ ഭർത്താവിന് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഈമാനോടെ സലാമത്തായി മരിക്കാൻ, കടങ്ങൾ കൊണ്ട് പേടിക്കില്ല